എപ്പോഴും ആരൊക്കെ നമ്മളെ കേൾക്കാൻ തയ്യാറല്ലെങ്കിലും നമ്മളെ കേൾക്കുന്ന ഒരു ദൈവം എന്നും ഉണ്ടാവും, നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. സോ ഇന്നും നാം ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചന കേൾവിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും എന്നെ കൈയൊന്ന് വീശി കാണിച്ച് ഹല്ലേലൂയ. യെസ്, ആ ദൈവവചനം കേൾക്കാൻ സന്തോഷമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യൂട്യൂബിലും സൂമിലുമായി ഈ ദൈവവചന കേൾവിക്കായി വളരെ കാത്തിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. എല്ലാവർക്കും ആദ്യമായി ഞങ്ങളെ കാണുന്നവരും എന്നും ഞങ്ങളോടുകൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരും സമയം കിട്ടുമ്പോഴെല്ലാം ഈ ചാനലിലെ മീറ്റിംഗ് വാച്ച് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും, ഈ സൂമിലും യൂട്യൂബിലുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം വളരെ ആഴമേറിയ ഒരു സന്ദേശമാണ്. സോ നിങ്ങളത് വളരെ കെയർഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. പാപത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്ന, പാപത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും പാപം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചും, പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചും, പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സൗന്ദര്യ കേടുകളെക്കുറിച്ചും ഒന്നും പണ്ട് കാലത്തെ അപ്പച്ചന്മാർ വളരെ ശക്തിയോടെ പ്രസംഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനത്തിന് പാപം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ആ അപ്പച്ചന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം പാപത്തെക്കുറിച്ച് അല്പം പോലും പ്രസംഗിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് കൊണ്ടും ഇന്ന് പാപം ചെയ്യാൻ പാപം ചെയ്യാൻ ഫ്രീ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പോലെ ആണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഈസിയായി പാപം ചെയ്ത് സുഖിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തലമുറകൾ എത്തി, നമ്മുടെ സമൂഹമെത്തി, നമ്മുടെ രാജ്യമെത്തി, നമ്മുടെ ലോകമെത്തി. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അധികാരമുള്ളവർ കുറഞ്ഞു പോകുന്നു. ഈ പാപം ചെയ്യുന്ന വ്യക്തികളും ചർച്ച് വിസിറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ഹോളി മാസ് കൈക്കൊള്ളുന്ന വ്യക്തിയായിരിക്കും, തിരുവത്താഴം സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കും, ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും, ദശാംശം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ അവൻ പാപം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും അവൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പുറത്തു വരുന്നില്ല. കാരണം അവൻ്റെ ആ യഥാർത്ഥ സൗന്ദര്യം പാപം ചെയ്യും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യം തിരുവെഴുത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഒരു വ്യക്തി പാപം ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നതല്ല. എന്നാൽ പാപം ചെയ്ത് വരുമ്പോൾ അവന്റെ തന്നെ രൂപം ഇവനൊരു പാപിയാണ് എന്ന് വ്യക്തമായി പുറമേ നിൽക്കുന്ന വെറും മനുഷ്യാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കണ്ടാൽ തന്നെ തിരിച്ചറിയുന്ന നിലവാരത്തിലേക്ക് ഒരു വ്യക്തിയുടെ രൂപത്തെ സാത്താൻ വികൃതമാക്കി കളയും. നിങ്ങളുടെ തന്നെ അനുഭവത്തിൽ, നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിൽ, നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ, നിങ്ങളുടെ തന്നെ ഓർമ്മയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടാവും. ചിലരെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളൊരു കമന്റ് ആ പുള്ളിയെ കുറിച്ച് പാസ്സാക്കും. ഉടനെ ആ പുള്ളിയെ കാണുമ്പോൾ തന്നെ ആ കമന്റ് അങ്ങ് പാസ്സാക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ആ വ്യക്തിയെ കുറിച്ച് പാസ്സാക്കും. അദ്ദേഹത്തെ ഒന്ന് ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാക്കിയ കമന്റിന് ആ വ്യക്തി യോഗ്യനുമായിരിക്കും. പക്ഷെ അദ്ദേഹം തന്നെ അറിയുന്നില്ല അദ്ദേഹത്തിന്റെ രൂപം വാസ്തവത്തിൽ ഇതല്ല, അദ്ദേഹത്തിന്റെ സൗന്ദര്യം ഇതല്ല, അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ഷേപ്പ് ഇതല്ല, അദ്ദേഹത്തിന്റെ മുഖ ഷേപ്പ് ഇതല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം ഇതല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതല്ല എന്നുള്ളത് അദ്ദേഹം ഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില വർഷങ്ങൾ കൊണ്ട് ഇയാളെ യൂസ് ചെയ്യുന്ന സ്പിരിറ്റ് ഇയാളെ ആ രൂപത്തിലാക്കി കളഞ്ഞു. ഇത് ആർക്കെതിരെയുള്ള മത്സരാന്നറിയാവോ? ആർക്കെതിരെയുള്ള മത്സര? എക്സാക്ട്ലി, ദൈവത്തിനെതിരെയുള്ള മത്സരമാണ്. കാരണം നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പാസ്സാക്കിയ ആ കമന്റ് കേൾക്കാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ആ പുള്ളിക്കാരിയെ കാണുമ്പോൾ തന്നെ ഒരു കമന്റ് പാസ്സാക്കും. വാസ്തവത്തിൽ എൻ്റെ ദൈവത്തിന് നിങ്ങൾ പറഞ്ഞ ആ പുള്ളിക്കാരിയെ കുറിച്ച് അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കുന്നത് ഇഷ്ടമാണോ? അല്ല. എന്നാൽ നിങ്ങൾക്ക് കാഴ്ചയിൽ അങ്ങനെ തോന്നുമാറ് ആ പുള്ളിക്കാരി ജനിച്ചത് അങ്ങനെയാണോ? അല്ല. അവൾ വളർന്നത് അങ്ങനെയാണോ? അല്ല. പക്ഷെ ഏതോ ഒരു ജീവിത യാത്രയിൽ അവളുടെ തന്നെ സ്വന്തം രൂപവും സ്വന്തം ഭാവവും
സ്വന്തം ഇച്ഛകളും സ്വന്തം സ്വഭാവങ്ങളെയും വികൃതമാക്കുന്നൊരു വല്ലാത്ത വൈരുദ്ധ്യം അവളിലേക്ക് പ്രവേശിച്ചതാണ് അവളുടെ സ്വാഭാവിക ഘടന മാറിപ്പോകാനുള്ള കാരണം. പാപം ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ശരീരത്തിന്റെ ഘടനയുടെ വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, ശരീരത്തിന്റെ ഘടനയുടെ വ്യത്യാസം സംഭവിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആദ്യം ഒരു ഭക്തന്റെ ആത്മാവിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാകും. ആത്മാവിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നതോടുകൂടെ തന്നെ അവന്റെ ചിന്തയുടെ ഘടനകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാകും. ചിന്തയുടെ ഘടനയ്ക്കും വ്യത്യാസം വന്ന് എത്രയോ കാലം ആ ആത്മാവിനെ ഡൗൺ ആക്കിയിട്ട് ആ ചിന്തകളിൽ പ്രവർത്തിച്ചും വ്യാപരിച്ചും മുൻപോട്ട് പോയും ജീവിച്ച് കഴിയുമ്പോഴാണ് ശരീരത്തിന്റെ ഘടനയിലേക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നത്. ഗ്ലോറി. ഇത്രയും ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? Can I see your hand? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഇത്രയും പേർക്ക് Amen. Thank you Jesus. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലാണ് ഞാൻ ആദ്യം വന്നു നിന്നത്, അതായത് ശരീരത്തിന്റെ ഘടനയിലെ വ്യത്യാസം. എന്നാൽ ശരീരത്തിന്റെ ഘടനയിലെ വ്യത്യാസം ഏറ്റവും അവസാനം ചിന്തിക്കേണ്ടതും നമ്മുടെ ഇന്നർ മാനിൽ സംഭവിക്കുന്ന, നമ്മുടെ അകത്തെ മനുഷ്യനിൽ സംഭവിക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്? തിരുവെഴുത്ത് പറയുന്നത്, വചനം വായിക്കുന്നതിന് മുൻ വായിച്ചേക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള ദൈവവചനങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ദൈവവചനങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. നീ തന്നെ നിന്നെ കാണിക്കേണ്ട വ്യക്തിയുടെ മുമ്പേ കാണിച്ച് താങ്കൾക്ക് വന്നിരിക്കുന്ന മാറ്റം, താങ്കൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസം സാക്ഷ്യത്തിനായി അവരുടെ മുമ്പേ നിന്നെ തന്നെ കൊണ്ടുചെന്ന് തെളിയിക്കുക. വായ് കൊണ്ട് പറയുന്നതും ശരീരം കൊണ്ട് കാണിക്കുന്നതും 2 കാര്യമുണ്ട്. നോക്കുക, ഇവിടെ യേശുക്രിസ്തു ആ മലയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പം യേശുവിനെ എതിരേൽക്കുന്ന ഒരു കുഷ്ഠരോഗിയെയാണ് കാണുന്നത്. കാലം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വചനം വായിക്കാൻ. കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗി യഹൂദന്മാരുടെ 7 അയലൊക്കത്ത് പോയിട്ട് അദ്ദേഹത്തെ സ്വപ്നം പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ്. സ്വപ്നം പോലും കാണാൻ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ഷാർപ്പായിട്ട് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കും വെറുക്കപ്പെട്ട ഒരു വംശമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് വെറുക്കപ്പെട്ട ഒരു കൂട്ടമാണ് കുഷ്ഠരോഗി എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ഒരു കുഷ്ഠരോഗം ഒരുവന് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് സ്പഷ്ടം. ഇവിടെ യേശു തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതുമായ കാര്യം, അതായത് 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ യേശു തുടങ്ങുന്നതും യേശു അവസാനിപ്പിക്കുന്നതും കൂടെ ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഒരു മലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഒത്തിരി പുരുഷാരം യേശുവിനെ പിന്തുടർന്നിട്ടും അതിനിടയ്ക്ക് ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്തുടർന്ന ജനത്തിന്റെ കൂടെ വന്നവനാണ് ഈ കുഷ്ഠരോഗി എന്ന്? നിങ്ങൾക്കത് തെളിയിക്കാൻ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഒരിക്കലും ആ പിന്തുടർന്ന പുരുഷാരത്തിന്റെ കൂടെ നടന്ന വ്യക്തി അല്ല.
ഈ കുഷ്ഠരോഗി എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗി തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് നിന്ന് കയറി വന്ന് യേശുവിന്റെ മുമ്പേ മുട്ടിടിച്ച് നമസ്കരിച്ച് വീണൊരു വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. കാരണം യഹൂദന്മാരുടെ കൂട്ടത്തിലെന്നല്ല, ആ സൊസൈറ്റിയിലെ മനുഷ്യരോട് കൂടെ നടക്കാൻ പാടില്ലാത്ത, മനുഷ്യരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത പുരോഹിതൻ വിലക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന കുഷ്ഠരോഗി. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു, പക്ഷെ ഒരുവൻ മാത്രം മുന്നിൽ വന്നു. ഗ്ലോറി ടു ജീസസ്. ഇന്ന് പിന്നിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് ആത്മീയ ജീവിതത്തിൽ പിന്നിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് യേശുവിനെ പിൻഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിന് വല്ലപ്പോഴൊരിക്കൽ മുഖം കാണിക്കുന്നത് നല്ലതാണ്. ഇദ്ദേഹം പിന്തുടർന്നല്ല ചെയ്തത്, ഇദ്ദേഹം ചെയ്തത് യേശുവിന്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചു. പിന്നിൽ വരുന്നവർക്ക് നമസ്കരിക്കാനൊക്കത്തില്ല, മുന്നിൽ വരുന്നവനെ നമസ്കരിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ മുന്നിൽ വന്ന് ഈ മനുഷ്യൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിനക്ക്, നമ്മൾ ഇതും ഇത്രയും വായിച്ചിട്ട് നമ്മൾ നേരെ പഴയ നിയമത്തിലേക്ക് പോകുകയും ഈ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് പാപത്തിന് എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനമുള്ളതെന്നും കൂടെ ചിന്തിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. പാപത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്ന, പാപ സ്വഭാവങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന, പാപം ചെയ്യുന്നത് കൊണ്ട് രോഗിയായി തീർന്ന ആരെങ്കിലുമൊക്കെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കും. പാപത്തെ വെറുക്കാൻ കഴിയാതെ എത്ര ഉപേക്ഷിച്ചിട്ടും വീണ്ടും 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 പാപം ചെയ്തുകൊണ്ടേയിരുന്ന് ആ പാപഹേതുവായി ഒരു രോഗം നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് ഇന്ന് രാത്രി സ്കാൻ ചെയ്യും. നിങ്ങൾ ഇന്ന് കർത്തൃസന്നിധിയിൽ ഏറ്റുപറയുമെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ കർത്താവ് വിടിപ്പിക്കാൻ പോകും. എത്ര പേർ വിശ്വസിക്കുന്നു? പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. പ്രൈസ് ടു ജീസസ്. സോ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഇപ്പോൾ പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഈ സിറ്റുവേഷനിലും പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ദൈവത്തോട് അടുക്കാൻ വേറെ ഒന്നും തടസ്സമല്ല കേട്ടോ, വേറെ ഒന്നും തടസ്സമല്ല. നിങ്ങൾ ഡ്രസ്സ് വാങ്ങുന്നത് ദൈവത്തോട് അടുക്കാൻ തടസ്സമല്ല. നിങ്ങൾ യാത്ര പോകുന്നത് ദൈവത്തോട് അടുക്കാൻ തടസ്സമല്ല. നിങ്ങൾ ഒരു നല്ല ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിക്കുന്നത് ദൈവത്തോട് അടുക്കാൻ തടസ്സമല്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങുന്നത് ദൈവത്തോട് അടുക്കാൻ തടസ്സമല്ല. പക്ഷേ പാപം ചെയ്യുന്നത് ദൈവത്തോട് അടുക്കാൻ തടസ്സം എന്നതിനേക്കാൾ ഉപരി ദൈവത്തോടു കൂടെ വസിക്കാൻ തടസ്സമാണ്. അപ്പൊ നമ്മളത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ ആ സബ്ജക്റ്റ് വളരെ സമാധാനത്തോടെ നമ്മൾ ചിന്തിക്കുകയും, ഒരുപക്ഷെ നിങ്ങൾ ഈ മെസ്സേജ്, ഒരുപക്ഷെ താങ്കൾക്ക് ഈ മെസ്സേജ് വലിയ പ്രയോജനം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളിപ്പോൾ പാപം ചെയ്യാത്ത, നിങ്ങൾ കുറച്ച് ഏജ്ഡ് ആണെങ്കിൽ പോലും പാപം ചെയ്യുന്നവരുണ്ട് കേട്ടോ. വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, മറുപടി കൊണ്ട്, പ്രതികരണങ്ങൾ കൊണ്ട്, ബിഹേവിയർ കൊണ്ട് എല്ലാം പാപം ചെയ്യുന്നവരുണ്ട്. ആരെയും നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുന്നവരെയും ഒരു ഏജിൽ പെടുന്നവരെയും നമുക്ക് ഈ പാപം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒഴിവാക്കാനൊന്നും പറ്റൂല. എങ്കിലും ഞാൻ പറയുന്നു, ഒരുപക്ഷെ താങ്കൾക്ക് ഇത് പ്രയോജനപ്പെട്ടില്ലെങ്കിലും താങ്കൾ ഇത് കേട്ടതിന് ശേഷം മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. മറ്റൊരു വ്യക്തിക്ക് അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കാനെങ്കിലും, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനെങ്കിലും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. അത്ര മാത്രമേ ഞാൻ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതിലുപരി പാപത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അവരെ ഇറങ്ങി സൗഖ്യമാക്കുന്ന, ശ്രദ്ധിക്കണേ, ഇറങ്ങി സൗഖ്യമാക്കുന്ന, നിങ്ങൾ കിടക്കുന്ന ആ അഡിക്ഷൻസിനകത്തുനിന്ന്, നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ, പുകവലിക്കാരനാണെങ്കിൽ, പൊണോഗ്രഫി കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ, എനിക്കിന്ന് വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. ഞാൻ കണ്ടത് ശരിയാണ്, എനിക്ക് മനസ്സിലായത് ശരിയാണെങ്കിൽ, ഞാനൊരു 45 വയസ്സിനകം വരുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഞാൻ ഇന്ന് പോയി, യാദർശികമായി പോയി. അദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തതാണ്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തപ്പം അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന സമയം, അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം എനിക്കൊരു അസ്വസ്ഥത തോന്നി. കാരണം പുള്ളി ഇത്രയും ഡീപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഫുട്ബോൾ കൂടെ നടക്കുന്ന സമയമാണ്. കാരണം പോലീസുകാരെ വരെ കല്ലെറിഞ്ഞ കാലമായത് ചോദ്യം ചെയ്തേനെ. അപ്പോൾ എങ്ങാനും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ
വേണ്ട, വെറുതെ എന്തിനാ നിങ്ങളുടെ മുമ്പ് ഷേപ്പ് മാറിയിരിക്കുന്നത്. പിന്നെയും പോയി ഞാൻ ചെന്ന് പെട്ടെന്ന് അദ്ദേഹത്തെയും മൊബൈലിലും കൂടെ എൻ്റെ കണ്ണ് പെട്ടെന്ന് പെട്ടു. കാണാൻ പാടില്ലാത്ത ഒരു വീഡിയോയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം അതിൽ പ്ലേ ചെയ്ത് വെച്ച് കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ഓർത്തു നോക്ക്, കാണാൻ പാടില്ലാത്ത ഒരു 40-45 വയസ്സ്. അദ്ദേഹം മാരീഡാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ പ്രായം കാണുമ്പോൾ തന്നെ നമുക്കറിയാം മാരീഡാണ്. കുടുംബമായിട്ട് താമസിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് ഞാൻ കാണാൻ പാടില്ലാത്ത, അദ്ദേഹം കാണാൻ പാടില്ലാത്ത, അദ്ദേഹത്തിന്റെ മൊബൈലിനെ അദ്ദേഹം യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയിൽ ആ മനുഷ്യൻ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണ് ഞാൻ അതിൽ നിന്ന് വലിച്ചെടുത്ത് ഞാൻ അദ്ദേഹത്തൊരു കാര്യം ചോദിച്ചു. ഉടനെ ആ സ്ഥലം എസ്കേപ്പ് ആക്കി. നോക്ക്, പെട്ടെന്ന് എൻ്റെ ഉള്ളം ഭയങ്കരമായിട്ട് അങ്ങ് വേദനിച്ചു. ആ കാര്യം ഭയങ്കരമായിട്ട് അങ്ങ് വേദനിച്ചു. നോക്കുക, അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തൊഴിൽ സ്ഥാപനത്തിലിരുന്നു കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ പാടുണ്ടോ? ദൈവം ആക്കിയ ആ സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പാടുള്ളതാണോ ആ ചെയ്തത്? അപ്പോ ഇതെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇത് കാണണോ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ കാണണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില സമയം ഇങ്ങനെ തോന്നുമ്പോ കാണും. നോക്കുക, ഇതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ട് ചെയ്യുന്നതല്ല. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ലല്ലോ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന, എൻ്റെ ജഡത്തിൽ വസിക്കുന്ന പാപമത്രേ പൗലോസ് പറയുന്നുണ്ട്. എത്ര ഷാർപ്പായിട്ടാണ് പൗലോസ് പറയുന്നത്. പൗലോസ് എന്ന് പറയുന്ന അഭിഷിക്തനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ വണ്ണം അദ്ദേഹത്തിന്റെ ജഡത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന പാപം. അപ്പോൾ പാപം ചെയ്യുന്നത് ഒരു ജഡമല്ല. മനസ്സിലാക്കുക, പാപം ചെയ്യുന്നത് ഒരു ജഡമല്ല, ജഡത്തിന്റെ ഒരവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാപം ചെയ്യിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇത് തികച്ചും ആത്മീയമായി മാത്രം ഇതൊരു ആത്മീയ അവസ്ഥയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, അവിടെ വാലും മുറിയും കേട്ടിട്ട് അതും ഇതും പറയരുത്. ഇതൊരു ആത്മീയ അവസ്ഥയാണ് എന്ന് പറയുന്നത്. എൻ്റെ ആത്മാവിനോട് അവന്റെ ആത്മാവിന് തോന്നുന്ന ഒരു വല്ലാത്ത വികാരമാണ് ഈ വികാരം, പാപം എന്ന വികാരം. ഇത് എന്നിൽ ജനിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് എന്നിൽ വസിക്കുന്നിടത്തോളം കാലം എൻ്റെ ഫ്ലഷിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതാണ് ജഡത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നല്ല മനുഷ്യനോട് ഞാൻ സംസാരിച്ചാൽ ഒരിക്കലും ആ നല്ല മനുഷ്യൻ ഇത് ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ ആ ജഡത്തോട് ഞാൻ സംസാരിച്ചാലും ജഡത്തിനും ഇത് ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ ജഡത്തിന്റെ അവസ്ഥയോട് ചോദിച്ചാൽ പറയും, ഇതെന്റെ ജഡത്തിന്റെ ഒരു അവസ്ഥയാണ്. എന്തോ ഒരു പ്രേരക ശക്തി എൻ്റെ ജഡത്തിൽ ജനിപ്പിക്കുന്ന ഒരു ടെംപ്റ്റേഷനാണ് ഞാൻ ഇങ്ങനെ കണ്ടുപോകുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നത്. മദ്യപാനിയായ ഒരു വ്യക്തി വേഗത്തിൽ മദ്യപാനം അവസാനിപ്പിച്ചു. ഒരു കല്യാണ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ലിക്കർ സപ്ലൈ ഉണ്ടെന്ന് വെക്കുക. അവിടെ രണ്ട് കൂട്ടുകാർ കുടിക്കുന്നുണ്ടപ്പോൾ പുള്ളിക്കും ഭയങ്കര ഒരു നാക്ക് വരൾച്ച, ഓടിപ്പോയി ഒരു പേക്ക്. അത് അദ്ദേഹത്തിന്റെ ജഡത്തിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം ബുദ്ധി കൊണ്ടാണ് ഒരു തീരുമാനം എടുത്തത്, ഇനി മേലിൽ ഞാൻ പെഗടിക്കുകയില്ല, ഇനി മേലിൽ ഞാൻ സ്മോക്ക് ചെയ്യുകയില്ല. പക്ഷെ ഒരാൾ വലിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് ഒരു പുക വിടാൻ ഒരാഗ്രഹം. നമ്മുടെ പുക പോകുന്ന പോലും അറിയുകയില്ല. ജീസസ് എന്ന് പറയുന്നത് പോലെ ഇതൊരവസ്ഥയാണ്. ഈ അവസ്ഥയാണ് ഇന്ന് രാത്രി സഭ ശാസിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇനി ഒരിക്കലും ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കത്തില്ല. ഇനി പുള്ളിക്കാരൻ എന്നോട് എത്ര എൻ്റെ ഭാഗം കുത്തി സംസാരിച്ചാലും എൻ്റെ വാക്ക് തുറഞ്ഞ സ്തോത്രം പറയുന്നതല്ലാതെ ഇനി ഞാൻ സംസാരിക്കത്തില്ല, മറുത്തും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം പുള്ളിക്കാരനൊന്ന് തുമ്മുമ്പോ തന്നെ താൻ എന്താടോ പറഞ്ഞതെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ തുമ്മിയതാ, പുള്ളിക്കാരൊന്നും പറഞ്ഞതല്ല, പുള്ളിക്കാരൊന്നും തുമ്മിയതാ. താൻ എന്താടോ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് തീരുമാനം എടുത്ത് അമ്മാമ്മ അങ്ങോട്ട് ചാടി പുറപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം അവസ്ഥയാണ്. ഇതൊക്കെ ബുദ്ധി കൊണ്ട് അല്ലേ? ഇതൊക്കെ ബുദ്ധി കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അതിന് മറ്റൊരു വേൾഡുമായിട്ടുള്ള പൂർണ്ണമായ സഹകരണം തന്നെ ഒരാത്മീയന് വളരെ അത്യാവശ്യമാണ്. ഒരാത്മീയന് പരിശുദ്ധാത്മാവില്ലാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കൺട്രോളും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു കൺട്രോളും എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന പാപത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള കൺട്രോൾ അല്ല പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. സംസാരത്തിലുള്ള കൺട്രോൾ, പറയുന്ന വാക്കുകളിലുള്ള കൺട്രോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള കൺട്രോൾ, ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലുള്ള കൺട്രോൾ, മണി സ്പെൻഡ് ചെയ്യുന്നതിലുള്ള കൺട്രോൾ,
നോക്കുക, സ്നേഹിക്കുന്നതിലുള്ള കൺട്രോൾ, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിലുള്ള കൺട്രോൾ പറയാനാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ പറയാനുണ്ട്, എന്നാലും എന്ത് ചെയ്യുക. അപ്പൊ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് കൺട്രോൾ തുടങ്ങി നമ്മുടെ സ്പിരിച്വൽ കൺട്രോൾ വരെ പരിശുദ്ധാത്മാവ് ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ കയ്യും കെട്ടി കോട്ടുവായി ഇട്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. സഹകരണം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സംഭവിക്കേണ്ടത്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പാർട്ട്നേഴ്സ്. അങ്ങനെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫ് പാർട്ട്ണറായി മാറിയെങ്കിൽ മാത്രമേ, ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ താളം തെറ്റും. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് കൊണ്ടാണ് അവതാളത്തിലായി പോകാത്തത്. കാരണം വൈഫിന്റെ പാർട്ട് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പാർട്ട് ചെയ്യുന്നു. വൈഫ് വീക്ക് ആകുമ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ പാർട്ടും കൂടെ ചെയ്യുന്നു. അതൊരു കോപ്പറേഷൻ ആണ്. ഹസ്ബൻഡ് വീക്ക് ആകുമ്പോൾ വൈഫ് ഹസ്ബൻഡിന്റെ പാർട്ട് കൂടെ ചെയ്യുന്നു. അതിനകത്ത് ഒരു നാണംകേടും ഇല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാനേ ഇത് ചെയ്യൂ, നീയേ അത് ചെയ്യൂ. ആ ഫാമിലി എപ്പോഴും അവതാളത്തിലായിരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുഷ്ഠരോഗി നേരെ വന്ന് യേശുക്രിസ്തുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പോ ഈ മനസ്സാണ് ഇവിടുത്തെ വിഷയം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് ചോദിക്കണമെങ്കിൽ ഒത്തിരി മനസ്സില്ലാത്ത, ഒത്തിരി മനസ്സലിവില്ലാത്ത വ്യക്തികളെ കണ്ട് പുള്ളി മടുത്തിട്ടാണ് ഈ വാക്ക് തന്നെ യേശുവിനോട് വന്ന് ചോദിച്ചത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. ആ വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ഓർക്കണം. നിനക്ക് മനസ്സുണ്ട്. ആ വാക്ക് കണ്ടോ? കർത്താവേ, മനസ്സുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന്. അങ്ങനല്ല ചോദിച്ചത്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പൊ ഒത്തിരി പേരുടെ മനസ്സലിവിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. കുഷ്ഠരോഗിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാ ഇനി. ഈ കുഷ്ഠരോഗി ഒത്തിരി പേരുടെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. ഒത്തിരി പേരുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതും പറഞ്ഞുതരാം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. ഒരു നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ കുഷ്ഠരോഗി. കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോയില്ല. പക്ഷെ ഈ കുഷ്ഠരോഗിയുടെ ആ ഇസ്രായേലിന്റെ ആ പശ്ചാത്തലവും യഹൂദന്മാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, ചരിത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുഷ്ഠരോഗിയെ പ്രത്യേക സെല്ലിൽ ഇടത്തില്ല. കാരണം അന്ന് അതിനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡ് ആയിട്ടില്ല, ഇത്രത്തോളം മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല, ഇത്രത്തോളം അന്ന് അതിനുള്ള ആധുനിക സംവിധാനങ്ങളില്ല, ഇതിനുള്ള ശുശ്രൂഷകന്മാരില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: പട്ടണത്തിനും പാളയത്തിനും പുറത്താക്കുക. പട്ടണത്തിനും പാളയത്തിനും കൂട്ടായ്മയിൽ നിന്നും സംഘടനയിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നിന്നും ഒറ്റപ്പെടുത്തുക. പുറത്ത്, മേലിലകത്ത് കയറരുത്. ഒരു അവഗണനയുടെ സെല്ലിലേക്ക് അടയ്ക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക എന്ന വാക്കിന്റെ അർത്ഥം അശുദ്ധനായിരുന്നത് കൊണ്ടാണ് താൻ ആവശ്യപ്പെടുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, ശുദ്ധമാകുക. അതിന്റെ അർത്ഥം ഈ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന രോഗം അശുദ്ധിയാണ്, അല്ലയോ? ഈ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന രോഗം അശുദ്ധിയാണ്. ശുദ്ധമല്ലാത്ത ഒന്നാണ് ഈ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഇന്നത്തെ ശരീരമല്ലായിരുന്നു ഒരു 2 വർഷം മുന്നേ. 2 വർഷം മുന്നേ ഉള്ള ശരീരം അല്ലായിരുന്നു അതിനു മുന്നേ. ഇതിന്റെ ഒന്നും തുടക്കമല്ലായിരുന്നു ആദ്യം. ഇപ്പൊ കാണുന്നതിന്റെ ഒരു തുടക്കവും അല്ലായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തെ കാണുന്നത് മുഴുവൻ ശരീരവും വ്രണബാധിതനായി, പൊട്ടി ഒലിച്ച്, നാറ്റം വമിച്ച്, വികൃത രൂപമായി കാണുന്ന ഇദ്ദേഹത്തിന്റെ 10 വർഷം മുന്നേ ഇതായിരിക്കില്ല, 5 വർഷം മുന്നേ ഇങ്ങനെ ആയിരിക്കില്ല. ഇതിന്റെ തുടക്കം ഇങ്ങനെയല്ല. തുടക്കം വെറും ഒരു മറക് പോലെ വന്നതാ. ചരിത്രത്തിലേക്ക് പോകാം. ലേവ്യ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. ലേവ്യ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം.
ലേവ്യ പുസ്തകം 'പ്രാണപ്രിയനേ ഒറ്റക്കൈയുണ്ട് ആരാധിക്കുന്നു എന്റെ യേശുവേ പ്രാണപ്രിയനേ ആരാധിക്കുന്നു നിൻകരം വന്നെന്നെ സ്പർശിക്കുമ്പോൾ ഞാൻ ആനന്ദിക്കും നിൻകരം വന്നെന്നെ സ്പർശിക്കുമ്പോൾ ഞാൻ ആനന്ദിക്കും. 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. കുഷ്ഠരോഗിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മോശയോടും അഹരോനോടും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തന്നെ വ്യക്തമായി കൽപ്പന കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ വൈദ്യന്മാർക്കല്ലായിരുന്നു പ്രാധാന്യം, പുരോഹിതന്മാർക്കായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ദൈവം ലേവ്യ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തതെന്തെന്നാൽ, ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരേണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കേണം. വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും ആയി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം. പുരോഹിതൻ അവനെ നോക്കി അശുദ്ധനെന്ന് വിധിക്കണം. അവന്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനേക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതും ആയി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. ചുരുക്കി പറഞ്ഞ ഒരു ക്വാറന്റൈൻ, 7 ദിവസത്തെ ക്വാറന്റൈൻ. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് പുള്ളി പുറത്ത് വന്ന് ഒന്നും കൂടെ പരിശോധിച്ചിട്ട് വീണ്ടും ഒരു 7 ദിവസം കൂടെ പുള്ളിയെ ക്വാറന്റൈനിലിടും. ക്വാറന്റൈൻ കഴിഞ്ഞ് പുള്ളി നോക്കിയുമ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളി ശുദ്ധൻ എന്ന് പുരോഹിതൻ കൽപ്പിക്കണം. യഹോവയായ ദൈവം മോസസിനോടും അഹരോനോടും എന്നതാ പറഞ്ഞേ, ഒരു വ്യക്തിയുടെ ത്വക്കിൽ ചുണങ്ങോ കറുത്ത പുള്ളിയോ പാടോ കണ്ടാൽ അവനെ നേരെ പുരോഹിതന്റെ അരികിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം വൈദ്യന്റെ അരികിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാത്തത്? വൈദ്യന്മാർക്ക് കൽപ്പിക്കാൻ കഴിയാത്ത പലതും ഒരു പുരോഹിതന് കൽപ്പിക്കാൻ കഴിയും. വൈദ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത പലതും ഒരു പുരോഹിതന് കണ്ടുപിടിക്കാൻ കഴിയും. വൈദ്യന്മാർക്ക് മനസ്സിലാകാത്ത പലതും ഒരു പുരോഹിതന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ഈ ഭൂമിയിൽ ഒരു പുരോഹിതനെ നിയമിച്ചപ്പോൾ മനുഷ്യർക്ക് കഴിയാത്ത പലതും ദൈവം ഒരു പുരോഹിതന്റെ മേൽ നിക്ഷേപിച്ചിട്ടാണ്, പകർന്നിട്ടാണ് ഒരു പുരോഹിതനെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവാകുന്ന പുരോഹിതൻ തന്നെ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നാണ് എന്നിലൂടെയും എൻ്റെ ശബ്ദത്തിലൂടെയും ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുകയും പല കാര്യങ്ങളെയും ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവം റിവീൽ ചെയ്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും സംശയം തീർത്തുകൊണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ടും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ സ്പിരിച്വൽ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പുരോഹിതന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ കുഷ്ഠത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കുക. ആദ്യം ത്വക്കിൽ തുടങ്ങുന്ന ഒരു ചെറിയ തിണർപ്പ്. ഗ്ലോറി. ഈ കുഷ്ഠരോഗം എന്ന് പറയുമ്പം ഈ ഇസ്രായേലില് യഹൂദന്മാരുടെ ഇടയിൽ ഈ കുഷ്ഠരോഗം എല്ലാം കുഷ്ഠരോഗികളെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവർ പുറന്തള്ളുന്നത്. ത്വക്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലത്തെ പാടും ഈ വടുവും, ഈ വടു ശരീരത്തിന്റെ സ്കിന്നിലേക്ക് മുഴുവനും പരക്കുന്ന സ്കിൻ അലർജിറ്റിക് ആയിട്ടുള്ള
ത്വക്ക് രോഗികളായിട്ടുള്ള മറ്റ് ഇതര ത്വക്ക് സംബന്ധമായ മറ്റു പല രോഗികളായിട്ടുള്ള അതുപോലെ കുഷ്ഠരോഗികളുമായിട്ടുള്ളവരെ എല്ലാം അവർ പാളയത്തിന് പുറത്ത്, സഭയ്ക്ക് പുറത്ത് അവരാക്കിയിരുന്നു. അതിന്റെ അർത്ഥം ഈ സ്കിന്നിൽ വരുന്നത് വ്യാപരിക്കുന്ന ആ വടുവിനകത്തുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുത്തും ആ പാട് ശരീരത്തിൽ എങ്ങാനും വ്യാപിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഒരു ശാപരോഗമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവം അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് രോഗം വരുന്നത്, അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് കേവലം രോഗകാരണമായിട്ട് മാത്രമല്ല, വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് തന്നെ പഠിക്കുമ്പോൾ, വചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് തന്നെ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് പാപകാരണങ്ങൾ കൊണ്ടും ശാപകാരണങ്ങൾ കൊണ്ടും പൈശാചികമായിട്ടുള്ള ബാധകൾ കൊണ്ടും ഒരു വ്യക്തിക്ക് രോഗം വരുന്നു എന്ന് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയും പഠിപ്പിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പോൾ എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. എല്ലാ രോഗങ്ങളുടെ പിന്നിലും വ്യക്തമായ രോഗകാരി ഉണ്ട്. എല്ലാ രോഗങ്ങളുടെ പിന്നിലും വ്യക്തമായ റൂട്ടുകളുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ പഠിക്കാൻ കഴിയും, പുതിയ നിയമത്തിലും പഠിക്കാനായിട്ട് കഴിയും. അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ ആ രോഗാത്മാവിന് ലഭിച്ചത് കൊണ്ടാണ് ആ ശരീരം വിട്ട് എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും അത് ആ ശരീരം വിട്ട് പോകാത്തത്. കാരണം ഞാൻ അന്നൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ പോകുകയല്ല, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നും പറഞ്ഞ് എല്ലാ ബാധകളും ഇരിക്കും. ഒരു നാണോ ഇല്ലാത്ത സാധനമാണ് ഈ പിശാചും ദുർഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആ ബാധ പോകണമെങ്കിൽ അകാരണമായി സ്കിൻ അലർജറ്റിക് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അകാരണമായ അസ്മാറ്റിക് പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും വയറുവേദന, യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ മായി ബന്ധപ്പെട്ട് ആരെങ്കിലും, ഇതിനെല്ലാം വ്യക്തമായ പാപകാരണങ്ങൾ ഒരു വശത്തുണ്ട്, രണ്ടാമത് രോഗാത്മാക്കൾ മറുവശത്തുണ്ട്. പാപം നിമിത്തവും ഈ രോഗാത്മാക്കൾ എന്നിലേക്ക് പ്രവേശിക്കും. ഈ രോഗാത്മാക്കൾ എന്നിലേക്ക് പ്രവേശിച്ചും ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ എന്നെയാക്കും. എന്ന് വെച്ചാൽ എന്നെ ഒരു നിത്യ രോഗി എന്ന് മുദ്ര കുത്തി കാലം ചെല്ലും തോറും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അജീർണത കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് അവന്റെ പ്രൈമായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് ഒരു വല്ലാത്ത ഒരു ജീർണിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ. അവനെ അങ്ങ് ജീർണിപ്പിച്ച് അവന്റെ മനസ്സ്, ജീർണിക്കുക എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല കേട്ടോ, മനസ്സ്, സ്പിരിച്വൽ ലൈഫ്, അവന്റെ സമനില പോലും തെറ്റിച്ച് കളയുന്ന തരത്തിലുള്ള വ്യാപാരമാണ് ഈ ദുരാത്മാക്കൾ, ഈ പാപത്തിന്റെ ശക്തി ഒക്കെ ഒരു വ്യക്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ആ ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ആ ലക്ഷണങ്ങൾ ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഈ ലക്ഷണം, നമ്മളിപ്പോ പാളയത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരെയാണ് നിൽക്കുന്നത്. കുഷ്ഠരോഗി പാളയത്തിന് പുറത്താണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ വ്യക്തിയെ പുരോഹിതൻ ചെയ്തത് എന്താണ്? പാളയത്തിന് പുറത്താക്കുന്ന ഒരു വ്യക്തി, കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം പാളയത്തിന് പുറത്താക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പം അവന് പിന്നെ ആരും ഫുഡ് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ. തന്റെ പാളയത്തിന് പുറത്താക്കുക, അവനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പം പിന്നെ പുള്ളിക്കാരൻ ഒരിടവും ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല. ജോലി ചെയ്ത് ജീവിക്കാന്നൊന്നും വിചാരിക്കേണ്ട. അവരെ ഉപേക്ഷിക്കുകയാണ്, അവരെ ലിറ്ററലി അവരെ ഉപേക്ഷിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ അവർക്ക് പിന്നെ എവിടുന്ന് ഭക്ഷണം? അവരുടെ ഭക്ഷണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ഗ്രാമത്തിനകത്തുള്ള ആരെങ്കിലും ദൂരോട്ട് എറിഞ്ഞു കൊടുക്കും, അല്ല എങ്കിൽ വഴിപോക്കരാരെങ്കിലും ഇവർക്ക് വല്ലത് ഇട്ടുകൊടുക്കും. അല്ലാതെ കഴിച്ചോന്ന് പറഞ്ഞ് തോളത്ത് തട്ടി തലയും തടവി ഒന്നും കൊടുക്കുന്നില്ല, എറിഞ്ഞു കൊടുക്കും. ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നത് കിട്ടി. ചിലപ്പോ ഒരു പൊതിയായിരിക്കും കിട്ടുന്നത്, പിടിച്ചു പറിക്കും പോലെ എല്ലാരും കൂടെ വാരി കൈ കിട്ടുന്നത് കഴിച്ചായിരിക്കാം ജീവൻ കിടക്കുന്നത്. അപ്പൊ യേശുവിന്റെ അരികിൽ വന്ന ഈ കുഷ്ഠരോഗിയെ നമ്മൾ ഈ അവസ്ഥയിലേ കാണാവൂ. കാരണം ഭക്ഷണത്തിന് അലന്നിട്ട്, ഭക്ഷണത്തിന് കൊതിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ലാത്ത ജനത്തെ ഈ കുഷ്ഠരോഗി കണ്ടിട്ടുണ്ടാകും. വെള്ളം കുടിക്കാൻ നാക്ക് വരണ്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ചിരട്ടയിലെങ്കിലും തരാൻ പറഞ്ഞിട്ട് കൊടുക്കാത്ത വീട്ടമ്മമാരുടെ മനോഭാവങ്ങൾ ഈ കുഷ്ഠരോഗി കണ്ടിട്ടുണ്ടാകും. എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്ന് ചോദിക്കുമ്പം ചൂടുവെള്ളം ഒഴിക്കുകയും കല്ലെടുത്തെറിയുകയും ആട്ടിപ്പായിക്കുകയും പ്രാകുകയും ചെയ്ത പല മനുഷ്യരെയും ഈ കുഷ്ഠരോഗി കണ്ടിട്ടുണ്ടാകും. ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്തവരെ
മാത്രം കണ്ടിട്ടുള്ള അവസ്ഥകൾ മാത്രമേ കുഷ്ഠരോഗിക്കുള്ളൂ. എന്ന് പുരോഹിതൻ അശുദ്ധനെന്നെണ്ണിയോ അന്ന് മുതൽ മനസ്സില്ലാത്ത ഒരു സമൂഹത്തെയും മനസ്സലിവില്ലാത്ത ഒരു ജനത്തെയും മനസ്സലിവില്ലാത്ത ഒരു ജനത്തെ കണ്ട അനുഭവങ്ങൾ മാത്രമേ, എന്നും ഞെട്ടി ഉണരേണ്ട അവസ്ഥകൾ മാത്രമേ ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ അവസ്ഥയിലാണ് നമ്മൾ ഈ കുഷ്ഠരോഗിയെ കാണേണ്ടത്. അതുകൊണ്ടാണ് യേശുവിന്റെ അരികിലും വന്ന് നമസ്കരിച്ചിട്ട്, മേത്തൊന്നും തൊട്ടില്ല, നമസ്കരിച്ചിട്ട് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കുഞ്ഞേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥ പോലെ കുഷ്ഠത്തിന്റെ വേദനയും കുഷ്ഠത്തിന്റെ നീറ്റലും കുഷ്ഠം നാറുന്നതുപോലെ നാറുകയും ചെയ്യുന്ന അനുഭവത്തിൽ കൂടെ പലരോടും നിങ്ങൾ പലരിലും ആശ്രയിച്ചിട്ടും പലരോടും നിങ്ങൾ കൈനീട്ടിയിട്ടും, നിങ്ങളുടെ വിശപ്പിന് അന്നത്തിന് വേണ്ടി പലരോട് കൈനീട്ടിയിട്ടും, നിങ്ങളുടെ വിശപ്പ് പലതായിരിക്കാം, പല കാര്യങ്ങളിലുള്ള വിശപ്പായിരിക്കാം. എവിടുന്നെങ്കിലും ഒരു മനസ്സലിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആരുടെയെങ്കിലും കണ്ണ് എനിക്ക് നേരെ ഒന്ന് അലിയും, ആരുടെയെങ്കിലും മനസ്സ് എനിക്ക് നേരെ ഒന്ന് അനുകൂലമാകുമെന്ന് പറഞ്ഞ് പലരോടും നിങ്ങൾ കൈനീട്ടിയിട്ടും, പലരുടെ വരാന്തയിൽ പോയി നിന്നിട്ടും, പലരുടെ ഗേറ്റിന്റെ വക്കിൽ പോയി നിന്നിട്ടും, പലരുടെ ഫോണിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടും നിങ്ങളോടുണ്ടാകാത്ത മനസ്സലിവ് ഇന്ന് രാത്രി ഒരുവന് നിന്നോടുണ്ടാകും. ഇന്ന് രാത്രി ഒരു വ്യക്തിക്ക് താങ്കളോടുണ്ടാകും. അതുകൊണ്ട് യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, മനസ്സുണ്ടെങ്കിൽ വേറൊന്നും ചോദിച്ചില്ല കേട്ടോ, ശുദ്ധമാകണമെന്നുള്ളൊരാശ. ഈ മനുഷ്യനെ യേശുവിന് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്നറിയാവോ? അച്ഛാ, മനസ്സുണ്ടെങ്കിൽ ഒന്ന് സൗഖ്യമാക്കി തരാവോ? അങ്ങനല്ല ചോദിച്ചേ. ഒന്ന് സൗഖ്യമാക്കി തരാവോ? നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാ. എന്തിനാ പാസ്റ്റർ? ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഇന്നതാ വിഷയം, അപ്പൊ ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി അത് നമ്മൾ ഡയറക്റ്റ്ലി ആ സബ്ജക്റ്റിലേക്ക് വരുന്നത്. പക്ഷെ യേശുവിന്റെ അടുത്ത് പോയിട്ട് യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത്, എനിക്ക് ശുദ്ധമാകണമെന്ന്. അപ്പൊ ഈ മനുഷ്യൻ പലരുടെയും മുമ്പിൽ അവഗണിക്കപ്പെടാനുള്ളതിന്റെ കാരണം ഈ മനുഷ്യൻ ശുദ്ധനല്ലാത്തത് കൊണ്ടാണ്. ഗ്ലോറി ടു ജീസസ്. ഈ മനുഷ്യനെ പലരും തിരസ്കരിക്കാനുള്ള കാരണം ഇവനിലൊരു അശുദ്ധി കിടപ്പുണ്ട്. പട്ടണം അശുദ്ധി എന്ന് കാണുന്ന, സഭ അശുദ്ധി എന്ന് കാണുന്ന, മനുഷ്യൻ അശുദ്ധി എന്ന് കാണുന്ന ഒരു അശുദ്ധി ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഈ ജീർണത ഇവനിൽ നിന്നും മാറണം, ഈ അശുദ്ധി ഇവനിൽ നിന്നും മാറണം, ഈ മുറിപ്പാടുകൾ, ഈ നാറ്റം വമിക്കുന്ന അവസ്ഥ ഈ മനുഷ്യനിൽ നിന്ന് മാറണം, ഇത് നമ്മിൽ നിന്ന് മാറണം. ഈ സ്മെല്ല്, ഈ നാറ്റം വമിക്കുന്ന അവസ്ഥ, ഈ അശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറണം, നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറണം. സൗഖ്യമാകാത്തതല്ല വിഷയം, വിടുതൽ പ്രാപിക്കാത്തതല്ല വിഷയം, ശുദ്ധനാകാത്തതാ വിഷയം. ശുദ്ധമാകുന്ന വചനമൊന്നും ഗവൺമെന്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. നന്നാവാനും പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വചനം ഇനി പ്രസംഗിക്കരുതെന്നൊന്നും ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ വിശുദ്ധ ബൈബിൾ ശുദ്ധമാകുന്നതിനെ കുറിച്ചും നന്നാകുന്നതിനെ കുറിച്ചും വിശുദ്ധിയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും പാപം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, എന്റെ പൊന്നു സഹോദരങ്ങളെ, പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താ? വികൃതമായി. അതല്ലേ സംഭവിച്ചത്? പാപം ചെയ്തപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? വികൃതമായി, സ്വരൂപം നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് പാപം ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത്. സ്വരൂപം നഷ്ടപ്പെടുന്നു. പാപം ചെയ്യുമ്പോൾ സ്വരൂപം നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ രോഗം മാറാത്തതല്ല, രോഗം മാറാത്തതിന്റെ പിന്നിലും അശുദ്ധിയാണ് കാരണം. ശാപം മാറാത്തതല്ല, ശാപം മാറാത്തതിന്റെ പിന്നിലും അശുദ്ധിയാണ് അതിന്റെ റൂട്ട്. കർത്താവിനോട് പോയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞത്, എന്നെ ശുദ്ധമാക്കണം, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മനുഷ്യർക്ക് ഈ മനുഷ്യനെ ശുദ്ധമാക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഈ മനുഷ്യൻ കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയി പോയി, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ വന്നാ മാറുന്ന സാധനമല്ല കേട്ടോ. ഇന്ന് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, പക്ഷെ അന്നത്തെ കാലം കുഷ്ഠരോഗം എന്ന് വെച്ചാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ. അപ്പൊ ആദ്യം ആരംഭിക്കുന്നത് എവിടെ? ആരും കാണാത്ത ഒരിടത്ത് ചെറിയ ഒരു തിണർപ്പായിട്ടായിരിക്കും ആദ്യം ഈ കുഷ്ഠം അല്ലെങ്കിൽ ഈ അശുദ്ധിയെ ഞാൻ ഇനി നേരെ പാപമായിട്ട് അങ്ങോട്ട് ഉപമിക്കുകയാണ്. ഈ പാപം ആരും കാണാതെ ആയിരിക്കും ആദ്യം ആരംഭിക്കുന്നത്. ചെറിയ ഒരു രീതിയിൽ ചെറിയ ഒരു സ്പോട്ട് കണക്കിനായിരിക്കും ആദ്യം ആരംഭിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ, ഇതൊക്കെ എത്ര ഉണ്ടാവും? ഈ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും?
അപ്പൊ ഒരു പുള്ളി, ചെറു പുള്ളിയായിട്ടാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞ അശുദ്ധി. യേശുവിനോട് പോയി ശുദ്ധമാക്കണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഈ അശുദ്ധി ഒരു ചെറു പുള്ളിയായിട്ട് ആദ്യം അങ്ങോട്ട് തുടങ്ങിയത്. ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ, അപ്പൊ ഇതൊരു വടുവിന്റെ ലക്ഷണമാണ്. ഈ തിണർപ്പ്, ഈ ചുണങ്ങ്, ഈ പുള്ളി. എത്ര ഉണ്ടായിരുന്നു ആദ്യം? ഇത്രയും പോലും എന്ന് പറയാനില്ല. പാപത്തിന്റെ ജനറേഷൻ കണ്ടോ? പാപത്തിന്റെ ജനനം എങ്ങനെയാന്ന് കണ്ടോ? അപ്പോ യാക്കോബ് പറഞ്ഞത് ഇങ്ങനെ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാ പറഞ്ഞേ. കുഞ്ഞെ, മോഹം ഗർഭം ധരിക്കും, പാപം എത്ര പ്രസവിക്കും എന്നുള്ളത് അകത്ത് കയറുന്ന സാധനത്തിന്റെ കഴിവ് പോലെ ഇരിക്കും. പ്രൈസ് ടു ജീസസ്. കണ്ടോ, മോഹം ഗർഭം ധരിക്കും. എത്ര എണ്ണം പ്രസവിക്കണോ എന്നുള്ളത് പ്രസവിക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണ ഡെലിവറി ആയിട്ടൊന്നും ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മോഹത്തിന്റെ കുട്ടികൾ, പാപത്തിന്റെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്. ചെറിയൊരു പുള്ളിയായിട്ട് അങ്ങ് അകത്ത് കയറും. പ്രസവിക്കുമ്പോഴേ അറിയത്തുള്ളൂ, ഭയങ്കര കാര്യമായിട്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരേണം. അപ്പോ ഇങ്ങനൊരു വടു നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് ഇപ്പൊ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തവും സമാധാനവുമായിട്ടാണ് എന്നിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം പോലും ഇടിച്ചു കയറി വന്നതൊന്നും അല്ല. എല്ലാ പാപവും നമ്മുടെ ഡോറെ വന്ന് നോക്ക് ചെയ്തു. പലവട്ടം ശബ്ദം കേട്ടപ്പോൾ ഒരു വട്ടം തുറന്നു കൊടുക്കണമെന്ന് തോന്നി, ഒരു വട്ടം അല്ലേന്ന് നമ്മൾ ചിന്തിച്ചു, ഒരു വട്ടം പിടിച്ച് അകത്ത് കയറ്റി. പിന്നെ പുള്ളി അങ്ങോട്ട് മോഹമായി മാറി, പിന്നെ അങ്ങോട്ട് നമ്മൾ ഗർഭം ധരിച്ചു, പിന്നെ നമ്മൾ പടുപെട്ടപ്പെട്ടാൽ നമ്മൾ പാപത്തെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എല്ലാ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ആദ്യം ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കണമെന്ന് തോന്നും, പിന്നെ നമ്മൾ ഒരു ചെറുതൊന്നടിക്കും, പിന്നെ നമ്മൾ ഒന്ന് രണ്ടാക്കും, പിന്നെ നമ്മൾ കുപ്പിക്കണക്കിന് മേടിക്കുന്ന ഒരു മുഴുമദ്യപാനിയായിട്ട് മാറി. എല്ലാ കുടിയന്മാരോട് ചോദിച്ചാലും ഒരു തമാശയ്ക്ക് ഒന്ന് രുചിച്ചു നോക്കിയതാന്നേ പറയത്തുള്ളൂ. അല്ലാതെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയറി പെട്ടതാന്നൊന്നും പറയത്തില്ല. ഒരു സ്മോക്കറുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആദ്യം കൂട്ടുകാരനൊന്ന് വലിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് പുക വിടുന്നത് കണ്ട് പുള്ളിക്ക് പറ്റുമോന്നൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് മേടിച്ചു, എല്ലാം പരീക്ഷിച്ചു. അവസാനം പിന്നെ അവന് ഒരു ദിവസം 2 പാക്കറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു നിത്യ അടിമത്തത്തിലേക്ക് വീണ്. നോക്കുക, ഒരു ചെറിയ പുക പുള്ളിയുടെ ജീവിതത്തിൽ ചെയ്തതാ. ദിവസവും പാക്കറ്റ് ഒന്നിന്റെ പകുതിയിൽ തുടങ്ങിയതാ. ഒരു ചെറിയ സ്മോക്കിങ്ങിൽ തുടങ്ങിയതാ, ഒന്നിന്റെ പകുതിയിൽ തുടങ്ങിയതാ. ഇപ്പൊ ഡസൻ കണക്കിന് പോക്കറ്റിൽ കയറിയിരിക്കുന്ന ഒരു അവസ്ഥ. എത്ര എണ്ണം പ്രസവിച്ചു എന്ന് കണ്ടോ? എത്ര പാപം പ്രസവിച്ചു പോക്കറ്റിൽ കയറിയിരിക്കുന്നു എന്ന് കണ്ടോ? ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാമെന്ന് വിചാരിച്ചതാ, ഇപ്പൊ ക്ലിപ്പ് കണ്ടിട്ട് സ്വസ്ഥത വരുന്നില്ല. ഇപ്പൊ മണിക്കൂറുകളോളം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ കണ്ടാലേ സ്വസ്ഥത വരുന്നുള്ളൂ. ഗ്ലോറി ടു ജീസസ്. ചെറിയൊരു ക്ലിപ്പ് കണ്ടു തുടങ്ങിയതാ, പിന്നെ അങ്ങോട്ട് ചെറു വീഡിയോകളായി, പിന്നെ ഇപ്പൊ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഫോൺ മൂവീസ് കണ്ടാലേ ഉറക്കം വരത്തുള്ളൂ എന്നുള്ള ഒരു നിത്യ അടിമത്തത്തിലേക്കായി. എത്ര അടിമത്തത്തിലേക്ക് പിശാച് നിങ്ങളെ എത്ര വേഗത്തിൽ കൊണ്ടുപോയി എന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മനുഷ്യനെ പിശാച് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കുക. എല്ലാത്തിന്റെയും തുടക്കം ചെറുതാണ്. പിണക്കങ്ങളാകട്ടെ, ചെറിയൊരു സൗന്ദര്യ പിണക്കം, പിന്നെ അതിനെ ചൊല്ലി പിന്നെ ഇപ്പൊ ആയുസ്സിൽ കണ്ട മിണ്ടാത്തൊരവസ്ഥയിലേക്ക് ആ പിണക്കത്തെ സാത്താൻ വൈകൃതമാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതുകൊണ്ടാ പറഞ്ഞത്, ഇത് കൊണ്ടുവന്ന് പരിശോധിക്കേണ്ടത് പുരോഹിതന്റെ അടുത്താണ്. വൈദ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ 3 ആന്റിബയോട്ടിക്കും കൊടുത്തു വിട്ടേക്കും. ഇതിനെ വ്യക്തമായി കണ്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ളൊരു കൃപ പുരോഹിതന്മാർക്കുള്ളത് കൊണ്ട് പിതാവ് പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, പുരോഹിതന്മാരുടെ അരികിൽ കൊണ്ടുവന്നു. അതിന്റെ ലക്ഷണമാ പറയുന്നത്, ത്വക്കിന്മേൽ തിണർപ്പ്. എല്ലാ രോഗവും കുഷ്ഠരോഗമല്ല. അപ്പൊ കുഷ്ഠരോഗത്തിന് വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്. എല്ലാ രോഗവും പാപരോഗമല്ല, പാപരോഗങ്ങൾക്ക് വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്. എല്ലാ രോഗവും രോഗമല്ല, അപ്പൊ ഓരോ രോഗത്തിന് വ്യക്തമായ ലക്ഷണമുണ്ട്. എല്ലാ രോഗവും പൈശാചികതകളുമല്ല, അപ്പൊ ആ രോഗത്തിന് ലക്ഷണമുണ്ട്. കണ്ടോ, എല്ലാ രോഗവും പൈശാചിക രോഗമല്ല. എല്ലാ രോഗവും ഈ ലോകത്തിൽ
ഈ മരണം എന്ന് പറയുന്നത്, ഈ മരണമെന്നും പാപമെന്നും തകർച്ചയെന്നും എല്ലാം പറയുന്നത് ആദിമകാലം മുതലാണ്. ആദിമ മാതാപിതാക്കന്മാരുടെ പാപം മുതൽ ഈ ലോകത്തിൽ രോഗം, മരണം, ശാപം, ഇത് മൂന്നും നിലനിന്നു. ഇത് മൂന്നും ജീവനുള്ള എന്തിനേയും ബാധിക്കും. കാരണം പിതാവിന്റെ ശ്വാസത്തിൽ നിന്ന് വന്ന മനുഷ്യരായിട്ടുള്ളത് കൊണ്ട് ജീവനുള്ള എന്തിനേയും ഇത് ബാധിക്കുന്നു. ഒരു പ്ലാന്റിനെ മരണം ബാധിക്കുന്നു. നിങ്ങൾ ഒരു പ്ലാന്റിനെ എത്ര കാലം നട്ടു വളർത്തും? എത്ര കാലം നട്ടു വളർത്തിയാലും ഒരു കാലം അത് പട്ടുപോകും. എത്ര സൂര്യപ്രകാശം കൊടുത്താൽ, എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വളം നിങ്ങൾ ഇട്ടാൽ, എത്ര നിങ്ങൾ അതിനെ പരിപാലിച്ചാലും ഒരു കാലം അത് പട്ടുപോകും. കാരണം ജീവനുള്ള എന്തിനേയും മരണം തൊടുന്നു. നിങ്ങൾ എത്ര വില കൊടുത്ത് മേടിക്കുന്ന പട്ടിക്കുഞ്ഞാണെങ്കിലും അതും ഒരു കാലം, എത്ര നിങ്ങൾ പെഡിഗ്രി കൊടുത്ത് വളർത്തുന്നു എന്ന് പറഞ്ഞാലും അതും ഒരു കാലം മരിച്ചു പോകും, ചത്തുപോകും. എത്ര നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞു അതും ഒരു കാലം. അപ്പൊ ഇതിനെല്ലാം മരണം, പാപം, പാപം എന്ന ആ ഒരു രണ്ട് വാക്ക് ഞാൻ ഈ പറഞ്ഞ സകലതും ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. പാപം എന്ന ആ ഒരു രണ്ട് വാക്ക്, ഈ രണ്ട് വാക്ക് ഞാൻ ഈ പറഞ്ഞ സകലതും ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. അങ്ങനാണെങ്കിൽ ആ രണ്ട് വാക്ക് ആ രണ്ട് വാക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണം വിട്ടുപോകുമോ? നിങ്ങൾ തന്നെ മറുപടി പറ. ശാപം വിട്ടുപോകുമോ? നിങ്ങൾ മറുപടി പറ. ജനനങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. പാപത്തിന്റെ കുഞ്ഞുങ്ങൾ ജനനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പറ. അനുഗ്രഹം ഉണ്ടാകുമോ? നിങ്ങൾ പറ. വിടുതൽ ഉണ്ടാകും. ഒരു സ്ഥിരതയുള്ള ഒരു വിടുതൽ ഉണ്ടാകുമോ? നിങ്ങൾ പറ. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ വഴി? പൂർണ്ണമായും യേശുവിന്റെ അടുത്ത് വന്ന് കുഷ്ഠരോഗിയായ മനുഷ്യൻ പറഞ്ഞതുപോലെ ശുദ്ധമാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ശുദ്ധമാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. കുഞ്ഞെ, പാപം കാണുന്ന മൊബൈൽ എടുത്ത് കളയുകയല്ല അതിന്റെ വഴി. നീ വേറെ 10 മൊബൈൽ ആ സമയമാകുമ്പോ പോയി വാങ്ങും. 10 മൊബൈല്. കാരണം വീണ്ടും ഇരിക്കുന്നത് കളയാൻ തോന്നിയാൽ അടുത്തത് എടുക്കാൻ വേണ്ടി 10 മൊബൈൽ വാങ്ങും. പാപം ചെയ്യുന്ന ഡിവൈസ് കളയുകയല്ല ചെയ്യുന്നത്, പാപം ചെയ്യുന്ന സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാന് ഈ ബാറിന്റെ അടുത്താ താമസം, അതുകൊണ്ട് എന്നും പോയി ഞാൻ പെഗടിക്കുന്നെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവിടുന്ന് കയറി വേറെ എവിടെന്നെങ്കിലും പോയി താമസിച്ചു കഴിഞ്ഞാൽ പുള്ളി നടന്നോ സൈക്കിളിലോ വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തെങ്കിലും ബാർ ഉള്ളടുത്ത് കൃത്യസമയം എത്തും. കാരണം അവനിൽ കിടക്കുന്ന സ്പിരിറ്റ് അവനെ എത്തിക്കും. നോക്കുക, അപ്പൊ നമ്മളെല്ലാം കിടന്ന് ഈ ഉപരിപ്ലവമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നമ്മൾ ഈ കതിരിന്മേൽ കൊണ്ട് വളം വെക്കുന്ന പരിപാടിയല്ല. നമ്മൾ അതിന്റെ റൂട്ട് പിടിക്കണം. ഞാൻ ഈ പാപം ചെയ്യാനുള്ളതിന്റെ അതിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? ഒരു പുള്ളി എന്നും ഓരോ ആഴ്ചയിലും ഒരു 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 കാട്ടുചെടി വെട്ടാനേ സമയമുള്ളൂ. കാട്ടുചെടി വെട്ടുന്നു, അടുത്ത ദിവസം വീണ്ടും വളരുന്നു. കാട്ടുചെടി വെട്ടുന്നു, വീണ്ടും വളരുന്നു. അവസാനം മണ്ണിന്റെ പക്കൽ വെച്ച് മണ്ണിന്റെ വക്കോളം വെച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പൊ 2 ആഴ്ച കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ ആഴ്ച ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞപ്പോ മെല്ലെ വീണ്ടും താഴ്ന്ന് മുളച്ചു വരുന്നു. എന്നോട് ഞാൻ മണ്ണോട് ചേർത്ത് വെട്ടിയതല്ലേ. അപ്പൊ വേറൊരാൾ കണ്ടു നിന്നൊരു വ്യക്തി പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, ഞാൻ നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി എല്ലാ ദിവസവും കണ്ടുകൊണ്ടായിരിക്കുന്നത്, എല്ലാ ആഴ്ചയിലും കാണുന്നുണ്ട്. ആദ്യം നിങ്ങൾ അതിന്റെ മേളിൽ നിന്ന് വെട്ടി, കൊണ്ട വളരുന്ന അവിടുന്ന് വെട്ടി, അത് കഴിഞ്ഞ് പിന്നെ വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണോളം വെട്ടി. നിങ്ങൾ ഇത്രയും ചെയ്തതിന്റെ പകുതി ഡ്യൂട്ടി ഇല്ലല്ലോ. നിങ്ങൾ അവിടെ ഒരു കുഴി അങ്ങ് കുഴിച്ച് അതിന്റെ വേരോടെ പിഴുത് കളഞ്ഞെങ്കിൽ ഒരിക്കലും പിന്നെ അതവിടെ വളരില്ലായിരുന്നല്ലോ. അന്നേരം ആ മനുഷ്യൻ ചിന്തിച്ചു, ചേടാ, ഞാൻ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്ന ഈ ഉപരിപ്ലവമായിരുന്നു. മേളിലത്തെ പരിപാടി, മേളിൽ വെട്ടുക, മേളിൽ കാണിക്കുക, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുക, ആൾക്കാരുടെ മുമ്പിൽ മാന്യനാകുക, മേളിൽ നിന്ന് ചെത്തിക്കളയുക. അകത്തുനിന്ന് ഒരു ചെത്തല് ഇതുവരെ ഉണ്ടായിട്ട് വേരോടെ പിഴുതെടുക്കാൻ അങ്ങോട്ടൊരു മടി. ഗ്ലോറി ടു ജീസസ്. നേരം പോക്കിന് വേണ്ടി ചെയ്യേണ്ട സാധനമല്ല കേട്ടോ പാപം. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഇവിടെ അഹരോന്റെ അടുത്ത് വന്ന പുരോഹിതന്റെ അടുത്ത് വന്ന ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കേണം. വടുവിനകത്തുള്ള രോമം കണ്ടോ? ആ വടു നോക്കുമ്പോ വടുവിനകത്തുള്ള രോമം അതിനകത്തു തന്നെ പറയുന്നുണ്ട്. വടു എന്ന് പറഞ്ഞാൽ ഒരു കുഴി. ആ വടു അതിന്റെ ആ ഒരു ഭാഗം, ആ ഭാഗത്തിനകത്ത് ആ കുഷ്ഠം വന്ന
ആ ഒരു പാട് വന്നതിനകത്ത് നിൽക്കുന്ന രോമത്തിന്റെ നിറം വെള്ളയാണെന്ന് കണ്ടാൽ, വെളുത്ത രോമമാണെന്ന് കണ്ടാൽ അത് കുഷ്ഠലക്ഷണം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ബ്ലാക്ക് ഹെയർ, എല്ലാ ഭാഗത്തും ബ്ലാക്ക് ഹെയർ. പക്ഷെ ഈ ഒരു വടു കണ്ടെടുത്ത് അതിന്റെ അകത്ത് നിൽക്കുന്ന സാധനം മാത്രം വൈറ്റ്. ഗ്ലോറി ടു ജീസസ്. കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. ആ വടു നിൽക്കുന്ന ആ ഭാഗത്ത് അതിനകത്തുള്ള രോമം വെള്ള, ബാക്കി എല്ലാം കറുപ്പ്. അങ്ങനാണെങ്കിൽ വചനം പറയുന്നു അത് കുഷ്ഠലക്ഷണം. എത്രേ വന്നുള്ളൂ? ഒരു ഡോട്ടേ വന്നുള്ളൂ, ഒരു പുള്ളി, ഒരു തിണർപ്പ്, ഒരു ചെറിയ പാട്, ഒരു ചെറിയ അലർജി പോലെ. പക്ഷേ അവിടെ വന്ന ആ സാധനത്തിനകത്ത് മുളച്ചു നിൽക്കുന്ന സാധനത്തിന്റെ കളർ വ്യത്യാസം വെള്ള. അവിടെ മുതൽ ചെറിയ ഒരു രീതിയിൽ തുടങ്ങിയതാണ്. ഇതിന്റെ ലക്ഷണവും കൂടെ പറയുന്നുണ്ട്. അവന്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാത്തത്. അപ്പോ ഇതിന്റെ ഈ കുഷ്ഠത്തിന്റെ ലക്ഷണം 10ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പുരോഹിതൻ അവനെ നോക്കണം. ത്വക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കും, അതിലെ രോമം വെളുത്തിരിക്കും, തിണർപ്പിൽ പച്ച മാംസത്തിന്റെ ലക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് അവന്റെ ത്വക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു. കുഷ്ഠത്തിന്റെ അടുത്തൊരു വേരിയന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ കുഷ്ഠം വന്നിട്ട് നാള് കുറെ ആയവന്റെ ലക്ഷണം ഇപ്പൊ പറഞ്ഞത്. എന്താ ലക്ഷണം? അവന്റെ തിണർപ്പിൽ വെളുത്ത രോമമുണ്ടാകും, അതിൽ പച്ച മാംസത്തിന്റെ അംശവും ഉണ്ടാകും. പച്ച മാംസത്തിന്റെ ലക്ഷണം അവനിൽ ഉണ്ടാകും. അത് അവന്റെ ത്വക്കിൽ പഴകിയ കുഷ്ഠമാകുന്നു. പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിളിക്കണം. അവൻ അശുദ്ധനായതുകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുത്. കുഷ്ഠം ത്വക്കിൽ അധികമായി പരന്ന് രോഗിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു ത്വക്കിൽ ആ സകലം മൂടിയിരിക്കുന്നു എങ്കിൽ പുരോഹിതൻ നോക്കണം. കുഷ്ഠം അവന്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവിനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. കണ്ടോ, കുഷ്ഠം തുടങ്ങിയത് എപ്പോഴാ സഹോദരങ്ങളെ? 1ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയത് 12ാമത്തെ അധ്യായത്തിൽ എത്തിയപ്പോഴേ ഇതങ്ങ് പഴകി. കണ്ടോ, ആദ്യം ചെറിയൊരു തിണർപ്പ്, ചെറിയൊരു രോമം, വെളുപ്പ്, അവിടുന്ന് തുടങ്ങി. പിന്നെ ഈ വടു കുഴിഞ്ഞു പച്ച മാംസത്തിന്റെ ലക്ഷണം ആ വടുവിലൂടെ കാണാൻ തുടങ്ങിയപ്പോ മനസ്സിലായി ഇത് ആ ത്വക്കിൽ വ്യാപരിച്ചത് കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ മാസം അല്ല, 6 മാസം മുന്നേ അല്ല, ഇത് ഇച്ചിരി പഴകിയ കേസാ. കണ്ടോ, ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിക്കുന്ന പല തെറ്റുകളും നമ്മളെ ആയുസ്സിൽ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വലിയ തെറ്റുകാരികളാക്കി മാറ്റും. ചെറിയ രീതിയിൽ നമ്മൾ ആസ്വദിക്കുന്ന പല പാപങ്ങളും ആയുസ്സിൽ പിന്നെ നമുക്കത് വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കാൻ കഴിയാത്ത പാപങ്ങളായി മാറ്റും. ഇന്ന് രാത്രിയിൽ എനിക്ക് കുറച്ചുകൂടെ പറയണമെന്നുണ്ട്, പക്ഷെ സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇവിടെ പറയുന്നു പഴകിയ കുഷ്ഠം, ആരംഭിച്ച കുഷ്ഠം. കുഷ്ഠത്തിന്റെ സ്വഭാവം എന്നാണെന്നറിയാമോ? ഒരിടത്ത് തുടങ്ങും, പിന്നെ അത് തല മുതൽ ഉള്ളം പാദം വരെ ബാധിക്കും. ഒരു മനുഷ്യരും അടുപ്പിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുഷ്ഠം എന്ന് പറയുന്ന ഈ രോഗം പ്ലസ് പാപം ഞാൻ ചേർത്ത് പറയാണ്. ഈ രോഗം അല്ലെങ്കിൽ ഈ പാപം ഈ മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായ അവസ്ഥ എന്താ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഈ പാപം ഈ മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താ? ആദ്യത്തെ നാളുകളിൽ ഇവൻ കുടുംബത്തിലുണ്ടായിരുന്നു, ഇവൻ സഭയിലുണ്ടായിരുന്നു, ഇവൻ കൂട്ടായ്മയിലുണ്ടായിരുന്നു, ഇവൻ ആരാധനകളിലുണ്ടായിരുന്നു. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയപ്പോൾ ഇവനൊന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് തോന്നി. കൺസൾട്ട് ചെയ്തപ്പോൾ കാര്യം ഇച്ചിരി ക്രിട്ടിക്കലായപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ പൊതുജനത്തോട് സഹകരിക്കരുത്, ഇനി നിങ്ങൾ കൂട്ടായ്മകളിൽ പങ്കെടുക്കരുത്, ഇനി നിങ്ങൾ ജനവുമായി സഹകരിക്കരുത്, നിങ്ങൾ മാറി താമസിക്കണം. അങ്ങനെ ആയപ്പോൾ എന്താ പറ്റിയേ? 7 ദിവസം നോക്കി. 7 ദിവസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരന് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു, ആയുസ്സിൽ ഇനി ഇവനെ ഈ ഗ്രാമത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. അന്ന് പുരോഹിതന്മാരായിരുന്നു വലുത്. വെച്ചുകൊണ്ടിരിക്കരുത്, അവനെ പുറത്താക്കി. ഒരു പാപം ഒരു പുള്ളി പോലെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോ ആദ്യം കൂട്ടായ്മകളിലുണ്ട്, ആദ്യം പ്രാർത്ഥിക്കാനുണ്ട്, ആദ്യം വചനം വായിക്കാനുണ്ട്, ആദ്യം വർഷിപ്പ് ചെയ്യാനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതും ചെയ്ത്, അതായത് കൂട്ടായ്മകളിലും കൂടി പാപവും ചെയ്യുന്ന
അങ്ങനെ ഒരു സഹകരണത്തിലേക്ക് എത്തി. അതായത് പാപത്തിന്റെ അധിപതിയോടും കൂട്ടായ്മയോടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ എത്തിയപ്പോ പാപം ചെയ്യുന്നവനും കൂട്ടായ്മ ആചരിക്കാമെന്നുള്ളൊരു അവസ്ഥയിലെത്തി. പക്ഷെ എല്ലാ കാലവും സഭയുടെ പിതാവ് അത് കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ, പരിശുദ്ധാത്മാവ് എല്ലാ കാലവും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ. ഒരു ദിവസം ഈ തിണർപ്പ് വ്യാപിക്കാൻ തുടങ്ങി. ചെറിയൊരു പുള്ളിയായി കയറിയത് വ്യാപിക്കാൻ തുടങ്ങി. ഇത് വല്ലാത്തൊരു വ്യാപനമായപ്പോൾ ഇത് കൈയിൽ നിന്ന് മറുകൈയിലേക്കും, രണ്ട് കൈകളിൽ നിന്ന് ഉടലിലേക്കും, ഉടലിൽ നിന്ന് കാലുകളിലേക്കും, കാലിൽ നിന്ന് പിന്നെ തലയിലേക്കും, തലയുടെ ഓട്ടിയിലേക്കും ഒക്കെ എത്തിയപ്പോൾ ഇത് വ്യാപിക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലായി. ഇത് പരക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലായി. പുള്ളിയുമായി സംസാരിക്കുന്ന വ്യക്തിക്ക് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്രവത്തിൽ നിന്ന് പകരുന്ന ഒരു രോഗമാണ് ഈ കുഷ്ഠമെന്ന് മനസ്സിലായി. അദ്ദേഹം തൊട്ടാൽ പകരുന്ന ഒരു രോഗമാണ് കുഷ്ഠമെന്ന് മനസ്സിലായി. പുള്ളിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത പകരുന്ന ഒരു സാധനമാണ് ഇതെന്ന് മനസ്സിലായി. അതുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു, ഇവനെ പുറത്ത്, പാളയത്തിന് പുറത്ത്, സഭയ്ക്ക് പുറത്ത്, പട്ടണത്തിന് പുറത്ത് ഇവനെ ഇറക്കണം. കാരണം ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സകലതും രോഗിയായി മാറും. അതിനേക്കാൾ ഇവൻ ഒരുവൻ തന്നെ പോയി ആ നരകത്തിൽ കിടക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ഇവനെ പാപം മൂടിക്കഴിഞ്ഞു. ഇവന്റെ ശിരസ് മുതൽ പാദം വരെ പാപം മൂടിക്കഴിഞ്ഞു. ഇവനുമായി അസോസിയേറ്റ് ചെയ്യുന്നവരിലൂടെ ഇവൻ ഇത് പകരാൻ തുടങ്ങി. ഇവന്റെ സംസാരങ്ങളിലൂടെ ഇത് പകരാൻ തുടങ്ങി. ജ്ഞാനിയോടുകൂടെ നടക്കുന്നവൻ ജ്ഞാനിയായിത്തീരും, വഷളനോടുകൂടെ നടക്കുന്നവൻ വഷളനായിത്തീരും. ശലോമോൻ സദൃശവാക്യങ്ങളിൽ എഴുതി വെച്ചതാ. ഞാനിതൊരു കുഷ്ഠരോഗിയിൽ നിന്ന് നേരെ ഒരു പാപിയിലേക്കാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാപിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പാപി സഭയ്ക്കകത്തുണ്ടെങ്കിൽ, അവന് മാനസാന്തരം വന്നില്ലെങ്കിൽ അതിനകത്തു നിന്ന് ആ ദുർഗന്ധം വ്യാപിക്കാൻ തുടങ്ങും. അവനുമായി സഹകരിക്കുന്ന എല്ലാവരിലും ഒരു ചാറ്റിംഗിൽ തുടങ്ങും, പിന്നെ ഒരു ചീറ്റിംഗിലെത്തും. ഗ്ലോറി ടു ജീസസ്. ഞാൻ മുമ്പോട്ട് പിന്നെ ഒന്നും പറയുന്നില്ല. നോക്കുക, എല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ ആത്മീയ ജീവിതത്തിൽ കാണാൻ പഠിച്ചില്ലെങ്കിൽ ഈ കുഷ്ഠരോഗം നമ്മെ ബാധിക്കും. പാപം എന്ന കുഷ്ഠരോഗം അത് വന്നാൽ മാറുകയല്ലേ? അത് മാറണമെങ്കിൽ പിന്നെ പുരോഹിതന്റെ അടുത്ത് തന്നെ വരണം, വരേണ്ടവന്റെ അടുത്ത്. ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണുന്ന കുഷ്ഠരോഗി ആരുടെ മുന്നിൽ വന്നോ അദ്ദേഹത്തിന്റെ മനസ്സലിവിനാൽ അല്ലാതെ ഇവന് പിന്നെ പുറത്തു വരാൻ പറ്റത്തില്ല. ഈ പാപം ശരീരം മുഴുവൻ വ്യാപിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു തിണർപ്പായിട്ടായിരിക്കും തുടങ്ങുന്നത്, ചുണങ്ങായിട്ടായിരിക്കും തുടങ്ങുന്നത്, ഒരു പുള്ളിയായിട്ട്, ഒരു വടുവായിട്ടായിരിക്കും തുടങ്ങുന്നത്. അവിടുന്ന് പിന്നെ ആത്മാവിനെ ആദ്യം ബാധിക്കും, ആത്മാവ് വികൃതമാക്കും. ആത്മാവ് ഈ പകുതിയൊക്കെ വികൃതമാകും വരെ നീ കൂട്ടായ്മകളിൽ കാണും. പിന്നെ നിനക്ക് കൂട്ടായ്മയെ മടുപ്പായിട്ട് തുടങ്ങും. ആത്മാവിൽ പകുതി വരെയൊക്കെ ബാധിക്കുന്നത് വരെ വചനം കേട്ടിരിക്കും. പിന്നെ വചനം കേൾപ്പ് ഒരു മടുപ്പായിട്ട് തുടങ്ങും. ഇതെന്നുള്ള പരിപാടിയാൻ തോന്നും. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ പാപത്തിന്റെ അംശമുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ നാം ദൈവിക നിയമവിരുദ്ധമായി ചെയ്യുന്നത് എന്തും പാപമാണ്. ദൈവവചനത്തിനകത്ത് പറയുന്നതിന് വിരോധമായി എന്തു ചെയ്യുന്നതും പാപമാണ്. ഗ്ലോറി ടു ജീസസ്. കാരണം ഒരിക്കൽ ഈ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് യേശു പഠിപ്പിച്ചപ്പോ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. അപ്പൊ ഈ ഇടങ്കൈ ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ, പുള്ളിക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തായിരുന്നു കേട്ടോ, പുള്ളി അതുകൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നേ, അതും കൂടെ ഇല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം പറയും. അപ്പോ ഈ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോ അത് അറിയുന്ന വ്യക്തികളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോ ഇത് ചെയ്യുമ്പോ നിങ്ങൾ അങ്ങനെ ചെയ്തതിനാൽ, നിങ്ങൾ ഇടങ്കൈ ചെയ്തത് നീ ചെന്ന് വലങ്കൈയോട് പറഞ്ഞതിനാൽ ഇടങ്കൈയെ നീ ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് അപ്പോഴേ കിട്ടിപ്പോയി. ഒരു ശരീരത്തിലെ അവയവങ്ങളാന്ന് ഓർക്കണം, ഇടങ്കൈയും വലങ്കൈയും. ഈ ഇടങ്കൈ ചെയ്തത് വലങ്കൈയോട് പറഞ്ഞതിനാൽ, ഞാൻ പുള്ളിയെ ഇങ്ങനെ സഹായിച്ചായിരുന്നു കേട്ടോ, ഞാനാ പുള്ളിയെ കയറ്റി വിട്ടത്, അതുകൊണ്ടാ ഇപ്പം വലിയ വീടും 2 കാറും ഒക്കെ ആയിട്ടിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വയം പ്രശംസ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, സ്വയം അങ്ങ് എന്തോ ആണെന്ന് ഭാവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വയം ഉദാര മനസ്സനാണെന്ന് ആൾക്കാരെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, നീ അപ്പോ പറഞ്ഞില്ലേ, അവരുടെ മുമ്പിൽ നിനക്കൊരു സ്ഥാനം കിട്ടിയില്ലേ, പുള്ളി ചെയ്തല്ലേ, എന്നാലും നമ്മളെ കൊണ്ടേ കഴിഞ്ഞില്ല, എന്നാലും നിനക്ക് ചെയ്യാൻ തോന്നിയല്ലോ, നീ ചെയ്തല്ലോ. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു നല്ല ഭാവം നിങ്ങളെ കുറിച്ച് തോന്നിയില്ലേ, അത്രേ ഉള്ളൂ നിങ്ങളുടെ റിവാർഡ്. അതായത് നിങ്ങൾ ചെയ്ത നന്മയുടെ റിവാർഡ് അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് റിവാർഡ് കിട്ടിയില്ലേ. ഓൾറെഡി അദ്ദേഹം പറഞ്ഞില്ലേ, അയ്യോ ചെയ്തായിരുന്നോ,
അയ്യോ പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയില്ലേ പുള്ളിക്ക്? ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്കെങ്കിലും ചെയ്യാൻ തോന്നിയില്ലേ? ഓ ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ തോന്നിയില്ലേ? അയ്യോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്കെങ്കിലും കൊണ്ടുപോകാൻ തോന്നിയില്ലേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കേട്ടോ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവേ എന്ന് പറഞ്ഞില്ലേ? അവിടെ കിട്ടി നിങ്ങളുടെ റിവാർഡ്, പ്രതിഫലം കിട്ടിപ്പോയി. ഇനി എന്തിനാ ദൈവത്തിൽ നിന്ന് എന്താ ഓണോ ബോണസ് കിട്ടാൻ? അവിടെ പിന്നെ വേറെ റിവാർഡ് ഇല്ലല്ലോ, കിട്ടിക്കഴിഞ്ഞല്ലോ ഓൾറെഡി. അതാ പറയുന്നത്, ചെയ്യുന്ന എന്തിനും പ്രവൃത്തി ഉണ്ട്, ചെയ്യുന്ന എന്തിനും കൂലിയുണ്ട്. അത് എന്റെ ശരീരത്തോട് ഞാൻ തന്നെ ചെയ്താലും, എന്റെ ശരീരം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്താലും, എന്റെ ശരീരത്തിൽ ഞാൻ നന്മയായി ചെയ്യുന്നതും, എന്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ നന്മയായി ചെയ്യുന്നതും, എന്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ എന്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ തിന്മയായി ചെയ്യുന്നതിന്റെ പ്രതിഫലവും എനിക്ക് കിട്ടും. ഇതേ എന്റെ അവയവങ്ങൾ കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഞാൻ നന്മയായി ചെയ്യുന്നതിന്റെ പ്രതിഫലവും എനിക്ക് കിട്ടും. അപ്പോൾ തന്നെ കിട്ടുമെന്ന വചനം പറയും. അപ്പോൾ തന്നെ കിട്ടും. നീ നിന്റെ ശരീരത്തെ തിന്മയ്ക്കായിട്ട് പ്രയോഗിച്ചോ, ഉറപ്പായിട്ട് റിവാർഡ് കിട്ടിപ്പോയി. അവിടെ നോട്ട് ചെയ്തിട്ടു. റിവാർഡുണ്ട്. അത് ഇന്ന് വരല്ല, അടുത്ത ദിവസം ഇതിന്റെ പേരും പറഞ്ഞ് ഇന്ന തീയതിയിൽ ചെയ്ത ഇന്ന പാപത്തിന്റെ അപ്രൂവൽ ഇന്നായിട്ടുണ്ട്, അങ്ങനെ വന്നൊരു രോഗമാണ് ഞാനെന്ന് പറഞ്ഞ് ആ രോഗാത്മാവ് വന്നിട്ട് ഈ ദുരാത്മാവൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് പലതും ഈ ദുരാത്മാക്കൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആരെ എന്തിനു വന്നു, ഏത് രീതിയിൽ ഇപ്പൊ നിലനിൽക്കുന്നു, ഇതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ചിലത്. അപ്പോ ഈ ദുരാത്മാക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ആ ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒന്നിലധികം ദുരാത്മാക്കൾ ഉണ്ടായിരിക്കും, ഡീമൺസ് ഉണ്ടായിരിക്കും. ആ ഡിമൻസിനെ നമ്മുടെ തന്നെ പ്രവർത്തികളാണ് വിളിച്ചു വരുത്തുന്നതും നമ്മുടെ തന്നെ പ്രവർത്തികളാണ് നിലനിർത്തുന്നത്. ഈ നുണ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വലിയ വിങ് തന്നെ ഉണ്ട്. ഈ നുണ പറയുന്ന, ഏഷണി പറയുന്ന, ഈ അളക്കുന്ന ഈ ഒരു കൂട്ടം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരാളൊന്നും അല്ല. അവിടെ ഒന്നിലധികം ഡീമൺസ് ഉണ്ട്. ഒന്നിലധികം എന്ന് ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ഡിമൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡിമൻസ് ഉണ്ട്. ആ ഒരു നുണ എന്ന് പറയുന്ന അസൂയ, ഏഷണി, ഇതെല്ലാം നോക്കുന്ന ഒരു ഓഫീസാണ്. ആ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഡിമൺ വന്ന് ഒരുവന്റെ മേൽ കയറി കഴിഞ്ഞാൽ 1,00,000 പേരെ നുണ പറയിക്കാൻ ഈ ഒരു ഡിമൺ മതി. അവന് ബാക്കിയുള്ള ഡിമണ്ടും കൂടെ വന്നാലോ. കൂട്ടിയടി ഉണ്ടാക്കുക, മോഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഡിമൺ, ആ ഒരു ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒന്നിലധികം ഡീമൺസ് ഉണ്ട്. ചെറിയൊരു ബസ്സുകൂലിക്ക് വേണ്ടിയായിരിക്കും അപ്പന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചേ. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് വിദേശത്ത് പോകാൻ നിന്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് പൈസ കിടന്നാലും നിനക്ക് മോഷ്ടിച്ചാലേ പോകാൻ തോന്നത്തു. നിനക്ക് മോഷ്ടിച്ച്, കാരണം അത് നിന്റെ ഒരു വികാരമായും നിന്റെ ജഡത്തിന്റെ അവസ്ഥയായി മാറിയത്. എത്ര വചനം കേട്ടാലും നിനക്കത് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് ഉറക്കം വരത്തില്ല. എന്നും മറ്റൊരു വ്യക്തിക്കെതിരെ ഗോസിപ്പ് എഴുതി ഇടുന്ന ഒരു വ്യക്തിക്ക് ഉറങ്ങുന്നതിന് മുന്നേ ആരെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഈ ഇവിടെ കേട്ടിട്ട് അയ്യോ അപ്പുറത്ത് പറയല്ലേ, ഞാൻ ഈ പറഞ്ഞ കാര്യം പറയല്ലേ, നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, നിനക്കും കൂടെ എനിക്ക് വന്ന അവസ്ഥ വരരുത് എന്നോർത്ത് ഞാൻ നിന്നോടൊന്ന് പറഞ്ഞതാ, നീ അവര് വിളിക്കുമ്പോ നീ പറയല്ലേ എന്ന് ഓ ഞാൻ പറയത്തൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പുള്ളിക്കാരി ഫോൺ നിലത്ത് വെക്കുന്നതിന് മുന്നേ ഇദ്ദേഹം ഫോൺ എടുത്തു വെച്ച് ആരോട് പറയരുതെന്ന് പറഞ്ഞോ, അവരെ ഞെക്കി വിളിച്ചൊന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പിന്നൊരു കാര്യം അവളിനി വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്കല്ലേ. കണ്ടോ എത്ര ഡിമണ്ടായി. ഇപ്പൊ തന്നെ ഞാൻ ഒന്നും പറഞ്ഞു തുടങ്ങിയില്ല, അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഡിമന്റെ ഒരു വലിയ സംസ്ഥാന സമ്മേളനം തന്നെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് പിടികിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ 66 പുസ്തകങ്ങൾക്കകത്തുള്ളതിന് പുറത്തൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതിനകത്തുള്ളതിൽ നിന്നും കർത്താവ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവര് ഫോൺ വെക്കുന്നതിന് മുന്നേ ഈ കാര്യം വിളിച്ച് ആരോട് പറയരുതെന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞ് സ്വയം ഒരു ആശ്വാസം പ്രാപിച്ച് ഇങ്ങനെയും കൂടി ഇതാക്കിയത് കൂടി. ഇനിയിപ്പോ അവള് വിളിക്കുമ്പോ ഞാൻ ഇതൊന്നും വിളിച്ച് നിന്നോട് പറഞ്ഞെന്ന് പറയല്ലേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ഉള്ളിലിരിക്കാത്തതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ. ഇത് എന്തൊരു ഡിമണ്ടായത്. ആ ഒരു ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന മുഴുവൻ പുള്ളിക്കാരും നിങ്ങളുടെ വീട്ടിൽ കാണും. ഒരുത്തനെ ഇടം കൊടുത്തുള്ളൂ, പക്ഷെ മുഴുവൻ പുള്ളിക്കാരും നിങ്ങളുടെ വീട്ടിൽ കാണും, മുഴുവൻ പാതയും നിങ്ങളുടെ വീട്ടിൽ കാണും. അപ്പോ നുണ പറയുന്ന ഒരു ഡിമാൻഡ്, ഏഷണി പറയുന്ന ഒരു ഡിമാൻഡ്, മോഷ്ടിക്കുന്ന ഒരു ഡിമാൻഡ്, ബ്ലൂ ഫിലിം കാണുന്ന ഒരു ഡിമാൻഡ്, പാപം ചെയ്യുന്ന ഒരു ഡിമാൻഡ്, ദുർനടപ്പ് നടക്കുന്ന ഒരു ഡിമാൻഡ്, ഇതെല്ലാരും കൂടെയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അവന്റെ അവസ്ഥ പിന്നത്തേതിൽ ആദ്യത്തേതിനേക്കാൾ വളരെ പരിതാപകരമായിരുന്നു എന്ന് ലൂക്കോസ് പറഞ്ഞത് എത്ര കറക്റ്റ് ആയിരിക്കും. നോക്ക്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമില്ല എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്ത് വേണം കാണാൻ.
നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമില്ലാത്തതിന്റെ പിന്നെ കാരണമുണ്ടെന്നേ. നമ്മൾ ഒരുപക്ഷെ ഒരു പാസ്റ്ററോട് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഈ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കുമെന്നൊരു വചനമുണ്ട്. അപ്പൊ അതിന് നമ്മൾ സത്യത്തിൽ ഈ കുമ്പസാരം നടത്തേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പിൽ വന്ന് ഈ കുമ്പസാരം നടത്തിയത്. പറഞ്ഞു, എന്നെ സൗഖ്യമാക്കാൻ, എന്നെ അതാ വാക്ക്, സൗഖ്യമല്ല, സോറി, എന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ടെങ്കിൽ. അപ്പൊ കുഞ്ഞെ, ഈ ലോകത്തിൽ ആർക്കൊക്കെ എത്ര വലിയ മനസ്സുണ്ട്, വലിയ മനസ്സിന് ഉടമയാ, വലിയ മനസ്സിന്റെ ആളാന്നൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിന് കഴിയാത്തത് ഉണ്ടെന്നേ. ഈ ഭൂമിയിൽ പണത്തിന് കഴിയാത്തത് ഉണ്ടെന്നേ, ഈ കൗൺസിലിങ്ങിന് കഴിയാത്തത് ഉണ്ടെന്നേ. അതൊക്കെ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവം ഉണ്ടെന്നൊക്കെ ഇതിനും വലിയ തെളിവൊന്നും തരാനൊന്നും ആർക്കും പറ്റത്തില്ല. ദൈവത്തിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് തെളിവ്. ഓ പിന്നെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്താ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ? ഇതെല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കണം. അവിടെ എന്തുകൊണ്ട് അത് വന്നു? അവരുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോൾ, അതായത് ഈ കുഷ്ഠരോഗം ആഴത്തിൽ ഇറങ്ങിയതുപോലെ, കുഷ്ഠരോഗം ആദ്യം തിണർപ്പായിട്ട് ഇങ്ങോട്ട് വന്നു, പിന്നെ അത് ത്വക്ക് തുരന്നു, ആ വടു ത്വക്ക് തുരന്നു, ആ ശരീരത്തിലെ 7 ലെയറുകളെ തുരന്ന് അവസാനം അത് മാംസത്തിലെത്തി. മാംസത്തിൽ നിന്ന് വീണ്ടും മാംസം തുരന്ന് അസ്ഥികളിലെത്തി. അസ്ഥികളെയും തുരക്കാൻ തുടങ്ങിയപ്പോഴാണ് പറയുന്നത് ഇവൻ ഭയങ്കരമായിട്ട് വ്യാപിപ്പിക്കുന്ന ആളായി മാറിയെന്ന്. ഓ ജീസസ്, ഭയങ്കരമായി വ്യാപിപ്പിക്കുന്ന. ഇതാ പാപം ആദ്യം നിന്റെ അറിവിലേക്ക് വരും. അറിവിൽ നിന്ന് പിന്നെ അത് യാഥാർത്ഥ്യത്തിലേക്ക് തുടങ്ങും. യാഥാർത്ഥ്യം പിന്നെ നിനക്ക് പ്രവർത്തിച്ചു തുടങ്ങാൻ തോന്നും. പ്രവൃത്തി പിന്നെ നിന്റെ ഒരു പ്രവൃത്തി തന്നെയായി മാറും. അതൊരു പ്രവൃത്തി പിന്നെ നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറും. അതിന് പുറത്തു വരണമെങ്കിൽ ശുദ്ധമാക്കുന്നവന്റെ അരികിൽ വരണം. അവിടെയാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. ഈ പാപമാണ് ഈ മനുഷ്യനെ സഭയിൽ നിന്ന് പുറത്താക്കിയത്. പാപം ഒരുവന്റെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാലവും സഭയ്ക്കകത്ത് വെച്ചോണ്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല പരിശുദ്ധാത്മാവ്. എന്തോ പറയുന്നത്? സഭ എവിടുന്ന് ഉടലെടുത്തുന്ന വിചാരം? ഈ കാണുന്ന കൂട്ടായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വെറും ഒരു പണിയില്ലാതെ 1-2 മണിക്കൂർ സമയം ഇവിടെ 8:21 എനിക്ക് ദാഹിക്കുന്നില്ലെന്നാണോ? എനിക്ക് വിശക്കുന്നില്ലെന്നാണോ? വേറെ പണി എനിക്കില്ലെന്നാണോ? എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നാണോ? എനിക്ക് കുടുംബം ഇല്ലെന്നാണോ? എന്തിന് ഞാൻ ഈ പൊതുപ്രയോജനത്തിന് വേണ്ടി ഞാൻ ഇത് സംസാരിക്കുന്നു? ഇതിനെക്കുറിച്ച് വലിയൊരു അവബോധം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതുകൊണ്ട് പാപത്തിന്റെ ആഘാതം എത്ര വലുതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ. അല്ലാതെ നീതിമാനായതുകൊണ്ടൊന്നും കർത്താവ് പിടിച്ച് ശുശ്രൂഷയിൽ നിർത്തിയതല്ല. പാപത്തിന്റെ അഡിക്ഷൻ എത്ര വലുതാണ്, പാപത്തിന്റെ വ്യാപാര ശക്തി എത്ര വലുതാണ്, പാപം ചെയ്യിക്കുന്ന സ്പിരിറ്റ് എത്ര ക്രൂവലാണ്, ബ്രൂട്ടലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കോ. ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് സഭയ്ക്കകത്ത് വേണ്ടത് പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ജനറേഷൻസിനെയാണ്. അതിന് പ്രായം ഒരു വിഷയമല്ല കേട്ടോ, പ്രായം ഒരു വിഷയമൊന്നുമല്ല, ജാതി ഒരു വിഷയമല്ല. എന്റെ ദൈവത്തോടുള്ള ഒരു ബന്ധം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നോക്കുക, കണ്ണുകൊണ്ട് കാണുന്നതിനകത്ത് ഉണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നത്. വേണ്ടാത്തത് കേൾക്കാൻ പോകണ്ട. വല്ലവന്റെയും ജീവിതത്തിൽ നടക്കുന്ന പന്നത്തരം കേൾക്കാൻ പോകണ്ട. വേണ്ടാത്ത വാക്ക് സംസാരിക്കാൻ പോകണ്ട. വേണ്ടാത്ത സാധനങ്ങളെ നോക്കാൻ പോകണ്ട. വേണ്ടാത്ത കാര്യങ്ങളിലോട്ട് കൈകൊണ്ട് വെക്കണ്ട. ഇതൊക്കെ വെച്ച് നോക്കിയാലോ എന്ന് തോന്നും, പിന്നെ ആയുസ്സിൽ എടുക്കാൻ പറ്റുകയില്ല. അവിടെ ഒട്ടിപ്പോകും, മോൾട്ടഡ് ആയി പോകും. കാരണം നിന്റെ അവയവങ്ങളെ എന്റെ ദൈവത്തിന് വേണം. അതുകൊണ്ട് തന്നെ നിന്റെ അവയവങ്ങളെ പിശാചിനും വേണം. താങ്കളുടെ കൈ ദൈവത്തിന് വേണം, അതുകൊണ്ട് തന്നെ താങ്കളുടെ കൈ പിശാചിന് വേണം. താങ്കളുടെ കണ്ണ് ദൈവത്തിന് വേണം, അതുകൊണ്ട് തന്നെ താങ്കളുടെ കണ്ണ് സാത്താനും വേണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ ഡിമണുണ്ട്. ഓരോ ഡിമണും അധികാരമുള്ള, നോക്കി നടത്തുന്ന ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓഫീസസ് ഉണ്ട്. ആ ഓഫീസ് നിങ്ങളിലേക്ക് വ്യക്തമായി പലതും കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കാലുവേദനയായിട്ടും കൈവേദനയായിട്ടും നാക്കുളുക്കായിട്ടും ശരീരത്തിനുളുക്കായിട്ടും രോഗങ്ങളായിട്ടും ഭീതിയായിട്ടും പൈശാചിക ബാധയായിട്ടും ഒക്കെ ശരീരത്തിൽ നിലനിൽക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ ഡിമണ്ടിനെയും വെച്ചോണ്ട് എല്ലാ കാലവും നമുക്ക് സഭയിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഈ സ്വഭാവം പകുതിയും ചെയ്ത് പകുതി ദൈവത്തിനും കൂടെ നമ്മളെ കൊടുത്ത് അങ്ങനെ ദൈവം എടുക്കത്തില്ല. സോ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മുമ്പിലേക്ക് വരിക, പറയുക, കർത്താവേ, ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാകാം. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു 1000 ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഓടിപ്പോകും, നിങ്ങളുടെ തലച്ചോറിലൂടെ അത് ഓടിപ്പോകും. 1000 പാപങ്ങൾ അല്ലെങ്കിൽ 10,000 കണക്കിന് പാപങ്ങൾ ജനിച്ചതിന് ശേഷം, അറിവ് വന്നത് മുതൽ
ഇതുവരെയുള്ളത് നിങ്ങളുടെ തലയിൽ കൂടെ ഓടിപ്പോയിട്ടുണ്ടാകും. നമുക്ക് വിഹിതമല്ലാത്ത, നമുക്ക് അഹമല്ലാത്ത ബന്ധങ്ങൾക്കകത്ത് പെട്ടത്, ആ ബന്ധങ്ങളിൽ കൂടെ പാപം ചെയ്തത്, ആ ഫോൺ കോൾസിലൂടെ പാപം ചെയ്തത്, ആ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പാപം ചെയ്തത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചെയ്ത പാപം പലതും, അതായത് പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്നും സമയം കൽപ്പിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഏർപ്പെട്ട പല മേഖലകൾ, 1000 ചിന്തകൾ നിങ്ങളുടെ തലയിലൂടെ ഓടിപ്പോകും. കുഞ്ഞെ, ചിന്തകൾ ഓടിപ്പോകും. പക്ഷെ ഈ ചിന്തകൾ കൊണ്ടുവന്ന ഡിമൻസ് അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും പോകത്തില്ല കേട്ടോ. കാരണം നിങ്ങളെ കൊണ്ടുപോകാൻ അത് വന്നത്, അത് അവന്റെ രാജ്യത്തിന്റെ ഓഹരിക്കാരാക്കാനാണ്. ദൈവത്തിന്റെ രാജ്യത്തിന് മനുഷ്യരെ വേണ്ടതുപോലെ തന്നെ പിശാചിന്റെ രാജ്യത്തിന് മെമ്പേഴ്സ് വേണം. അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യും. കർത്താവ് വന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ, കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ സാത്താനും നമ്മളെ അവന്റെ രാജ്യത്തിലേക്ക് ആക്കാനായിട്ട്, അവിടെ ആൾ കൂട്ടാനായിട്ട് അവനും ശ്രമിക്കും. നല്ലൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് സാത്താൻ. പക്ഷെ അവന്റെ പ്രോഡക്ട്സ് നമുക്ക് വേണ്ട. ഗ്ലോറി ടു ജീസസ്. അവൻ നമ്മളെ മാർക്കറ്റ് ചെയ്യും സഹോദരങ്ങളെ. നമ്മളെ അവൻ മാർക്കറ്റ് ചെയ്യും. നിങ്ങളെ അവൻ മാർക്കറ്റ് ചെയ്തില്ലേ? ഈ കുഷ്ഠരോഗിയെ ചെയ്തില്ലേ? സഭയ്ക്കകത്ത് നിന്നവനെ പൊതുജനത്തിന്റെ മുന്നിൽ വെച്ച് ഇവൻ അശുദ്ധൻ എന്ന് വിളിപ്പിച്ചില്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചേ? സഭയും വീടും നാടും ഗ്രാമവും വിട്ട് അവന് പുറത്തിറങ്ങേണ്ടി വന്നില്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് അവൻ അലക്കേണ്ടി വന്നില്ലേ? വെള്ളത്തിന് അലക്കേണ്ടി വന്നില്ല? അവസാനം അവന് യേശുവിന്റെ അരികിലല്ലേ വന്നെത്താൻ പറ്റിയുള്ളൂ? യേശുവിന് മുമ്പിലല്ലേ വന്നെത്താൻ പറ്റിയുള്ളൂ? പാപം നമ്മെ വികൃതമാക്കും. ആദ്യം ആത്മാവിനെ വികൃതമാക്കും, രണ്ടാമത് സ്വഭാവം വികൃതമാക്കും, പിന്നെ കോപം തുടങ്ങും, ദേഷ്യം തുടങ്ങും. ഈ പാപത്തിനൊക്കെ അഡിക്റ്റ് ആയവർ അങ്ങനെ ദേഷ്യം തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ആദ്യം ഒന്ന് വീട്ടിൽ അറിയണ്ടെന്ന് വെക്കും. മെല്ലെ പുള്ളി ലഹരി അടിച്ചോണ്ട് വീട്ടിൽ വരും. ആദ്യം സിമ്പിളായിട്ട് കിടന്നുറങ്ങും. പിന്നെ അവന്റെ ഉറക്കം കിട്ടാത്ത ദിവസങ്ങളായിരിക്കും. ആദ്യമൊക്കെ അടിക്കുമ്പോൾ എന്തു സുഖ ഉറങ്ങാൻ. പിന്നെ അവന്റെ ആയുസിൽ ഉറങ്ങാൻ അവൻ സ്ലീപ്പിംഗ് പിൽസിന്റെ കമ്പനി വിഴുങ്ങിയാൽ പോലും അവൻ ഉറക്കം കിട്ടത്തില്ല. ആ അവസ്ഥയിൽ പിശാച് അവന്റെ ജീവിതം കുളം തോണ്ടും. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറിയ കുളം തോണ്ടും സഹോദരങ്ങളെ. ഇപ്പോഴൊന്നും അറിയത്തില്ല. പക്ഷെ മെല്ലെ 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 അരുതാത്ത ബന്ധങ്ങൾ നമുക്ക് കട്ടൗട്ട് ചെയ്യാം. അരുതാത്ത ബന്ധങ്ങൾ, അരുതാത്ത എല്ലാ സമ്പ്രദായങ്ങളും ശീലങ്ങളും നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മുടെ യേശു മഹോന്നതിന് വിഹിതമല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്ന് രാത്രി നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കാം. നമ്മളൊരു വ്യക്തിയുടെ പാർട്ട്ണറാകാൻ പോവുക. നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ പാർട്ട്ണറാകാൻ പോവുക. നമ്മൾ യേശുവിന്റെ പാർട്ട്ണറാകാൻ പോവുക. നമ്മൾ കാന്തയാണ്, മണവാട്ടിയാണ്. മണവാളൻ നമ്മെ ചേർക്കാൻ വരുമ്പോൾ വിഹിതമല്ലാത്തതൊന്നും നമ്മിൽ കാണരുത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു ഫാമിലി ലൈഫ് എടുത്തു. ഭർത്താവ് വരുമ്പോൾ ആകാത്തൊരു വ്യക്തിയെ ജീവിതത്തിൽ കണ്ടാൽ, ഫാമിലി കണ്ട, എന്തായിരിക്കും ആ ഭർത്താവിന്റെ വികാരം? അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മണവാളൻ കാന്തയായ മണവാട്ടിയെ ചേർക്കാൻ സഭയിലേക്ക് വരുമ്പോൾ അവന്റെ കണ്ണ് നിറയാൻ ഇടവരരുത്. എഫത ഇൻ ജീസസ് മിനിസ്ട്രീസിൽ, ഈ ഓൺലൈൻ മിനിസ്ട്രിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നോക്കിയാലും എൻ്റെ യേശുവിന്റെ കണ്ണ് നിറയരുത്. ആ ചിന്തയാണ് എനിക്കുള്ളത്. നിങ്ങൾ വ്യത്യസ്ത സഭകളിൽ പോകുന്ന വ്യക്തികളാണ്, എനിക്കതെല്ലാം അറിയാം. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ തുടരുമ്പോൾ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പത്യവചനം തരുമ്പോൾ, നമ്മുടെ മുഖത്തേക്ക് ഏത് പാതിരാത്രി നോക്കിയാലും, നമ്മുടെ ബെഡ്റൂമിലേക്ക് ഏത് പാതിരാത്രി നോക്കിയാലും, നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് പട്ടാപ്പകൽ നോക്കിയാലും, നമുക്ക് പകലും രാത്രിയിലും ഒരു മുഖം മാത്രമേ ദൈവത്തിന് കാണാൻ പാടുള്ളൂ. അവന്റെ കണ്ണ് നിറയരുത്, യേശുവിന്റെ കണ്ണ് നിറയരുത്. ഹല്ലേലൂയ. ഈ രോഗം ഒരു പാപകാരണമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നെങ്കിൽ, ഈ വയറുവേദന, ഈ തലവേദനയൊക്കെ ഭയങ്കരമായ കോപത്തിന്റെ ലക്ഷണങ്ങളാണ്. കോപം വെച്ചു പൊറുക്കാൻ കഴിയാത്ത കോപമുള്ളവർക്കൊന്നും തലവേദന വിട്ട് മാറത്തില്ല. അവരുടെ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവരോട് പുറത്തു കൊടുക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, ഹാർട്ടിന്റെ രോഗം വിട്ടു മാറത്തില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക. അമിതമായ കോപം, അനിയന്ത്രിതമായ കോപം, നിയന്ത്രിക്കാൻ കഴിയാത്തതായിട്ടുള്ള കോപം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല രോഗം, ഈവൻ വെരിക്കോസ് വെയിൻ പോലും നമ്മളെ വിട്ടുമാറത്തില്ല. വേണ്ടത് മാത്രം എടുത്താൽ മതി, വേണ്ടാത്തവർ വിട്ടേക്കുക. എടുക്കാൻ പറ്റുന്ന മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, നമ്മുടെ വയറുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. അതിന് വയറുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഏർപ്പെടാൻ പാടില്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ വയറുവേദന വിട്ടു മാറത്തില്ല. ഇന്ന് രാത്രി ഞാൻ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ വേറൊരു ദിവസം നമുക്ക് പേഴ്സണലി നമുക്ക്
എടുക്കേണ്ട ക്ലാസ്സുകളാണ്. കാരണം ഇതിനകത്ത് വിമർശന ബുദ്ധിയോടെ മാത്രം നോക്കിക്കാണുന്ന ആൾക്കാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതിരിക്കട്ടെ. പക്ഷെ ആ വിമർശന ബുദ്ധിയോടെ മാത്രം നോക്കിക്കാണുമ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ലൈവിൽ വിടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് രാത്രിയിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പാപവുമായി നമുക്ക് യാതൊരു സഖിത്വവും വേണ്ട. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാടൊന്നും നമ്മൾ എൻസൈക്ലോപീഡിയ തപ്പിപ്പോണ്ട, വിക്കിപീഡിയ ആകുകയും വേണ്ട. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. വചനമുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ഇന്നലെ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8:14 കേട്ടു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമുക്ക് ഇന്ന് തന്നെ ദൈവവുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടാം. ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നാം അഡിക്റ്റഡ് ആണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തരേണ്ടതിനായി. അങ്ങനെ പാപം ചെയ്ത പാപമാണ് രോഗിയാക്കി തീർത്തതെങ്കിൽ അത് ഇന്ന് ചിലരെ, ഈ സൂമിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന ചിലരെ വിട്ടുമാറാൻ പോവുകയാണ്. ആ രോഗിയെ സൗഖ്യമാക്കാൻ, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. വീഡിയോയിലുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഞാൻ കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവർ സമർപ്പിച്ചു കൊടുക്കുക, കർത്താവ് നിങ്ങളെ സ്പർശിക്കട്ടെ. അങ്ങനെയുള്ളവരെ സമർപ്പിച്ചു കൊടുക്കുക, കർത്താവ് നിങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവേ, ഈ എന്നെ കാണുന്ന ഓരോ ദൈവജനത്തിനായി ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. Glory to Jesus. ഓരോ ദൈവജനത്തിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ അവിടുന്ന് സ്പർശിക്കുവാൻ അങ്ങ് വിശ്വസ്തൻ. ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ, ഇവിടെ അറിവ് വെച്ച നാൾ മുതൽ ഇന്നുവരെയും ഇവർ ചെയ്തു പോയ സകല പാപങ്ങളും, കർത്താവെ, ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. യേശുവേ, ഞങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയാത്ത തരത്തിൽ, ഞങ്ങൾ ഈ കേൾക്കുന്ന സത്യത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത തരത്തിൽ, ഞങ്ങൾക്ക് യേശു കർത്താവിനെ മീറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഭരിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും, എല്ലാ ദുർചിന്തകളും, ദുർവ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം തകർക്കണമേ. അവനുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും ഞങ്ങൾ വിച്ഛേദിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട എല്ലാ പ്രവൃത്തികളും, ഞങ്ങളിലൂടെ അവൻ ചെയ്യുന്ന എല്ലാ അവൻ്റെ കമ്മ്യൂണിക്കേഷൻസും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അവൻ്റെ എല്ലാ ആധിപത്യങ്ങളും ബ്രേക്ക് ചെയ്യുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളെ വിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾ അഴിയാൻ തുടങ്ങുക യേശുവിൻ്റെ നാമത്തിൽ. അത് കേറിയ റൂട്ടിൽ തന്നെ അത് ആ റൂട്ട് ഉൾപ്പെടെ ക്യാൻസൽ ആകും. യേശുവിൻ്റെ നാമത്തിൽ ഗർഭാശയ സംബന്ധമായ എല്ലാ രോഗങ്ങളും ക്യാൻസൽ ആകട്ടെ. മൂന്ന് വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആരോ ഉണ്ട് ഇതിനകത്ത്. മൂന്ന് വിധത്തിലുള്ള രോഗങ്ങൾ, മൂന്ന് രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. അവരെ യേശു തൊടാൻ പോവുക. ഈ മെസ്സേജ് കേട്ടിട്ട് മൂന്ന് തരത്തിലുള്ള നിങ്ങൾ അനുഭവിക്കുന്ന മൂന്ന് പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചികിത്സ തേടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങൾക്കൊരു സൗഖ്യമില്ല. നിങ്ങൾ യേശുവിനോട് സംസാരിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിങ്ങളെ ഇപ്പോൾ സ്പർശിക്കും. കർത്താവേ, ഈ ജനത്തെ അവിടുന്ന് സ്പർശിക്കപ്പ. അവരെ അടിമത്തത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തെടുക്കണമേ. ഒരുപക്ഷെ ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന
ദൈവജനത്തിനാണ് ഈ സൗഖ്യമെങ്കിൽ നിങ്ങളിപ്പോൾ റിസീവ് ചെയ്യുക. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനാണ് സൗഖ്യമെങ്കിൽ റിസീവ് ചെയ്യുക. നിങ്ങളെ യേശു തൊടുകയാണ്, നിങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാപത്തിൻ്റെ ശക്തികളും ഈ കുടുംബജീവിതം നയിക്കുന്നവരുടെ എല്ലാ പാർട്ട്നേഴ്സിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങളും അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മറ്റു ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്പിരിറ്റുകൾ ബ്രേക്ക് ആകട്ടെ. സ്വന്തം കുടുംബത്തിൽ സ്നേഹമില്ലാതെ വരുത്തുന്ന അവസ്ഥകൾ ബ്രേക്ക് ആകട്ടെ. എല്ലാ അശുദ്ധിയുടെ സ്പിരിറ്റുകൾ തകരട്ടെ. രോഗത്തിന്റെ സ്പിരിറ്റുകൾ തകരട്ടെ. ദുഷ്കാമത്തിന്റെ സ്പിരിറ്റുകൾ തകരട്ടെ. യേശു വ്യക്തമായിട്ട് പറയുന്നു, അത് ബാധിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് ഇതിനകത്ത്. അത് ബാധിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ യേശു തൊടുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു തുടങ്ങി. യൂട്യൂബിൽ കാണുന്ന, സൂമിൽ കാണുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് യേശുവിന്റെ കൈ ഇന്ന് വരികയാണ്. നാഥ, മനസ്സുണ്ടെങ്കിൽ, അങ്ങനെയാ പറഞ്ഞത് കുഷ്ഠരോഗി, ഇങ്ങനെയാ പറഞ്ഞത്, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. ഒരു മനുഷ്യനും അല്ല, യേശുവിന് മനസ്സുണ്ട്. കുഞ്ഞേ, യേശുവിന് മനസ്സുണ്ട്. നിന്നെ തൊടാൻ യേശുവിന് മനസ്സുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ തൊടാൻ യേശുവിന് മനസ്സുണ്ട്. അതാ പറഞ്ഞു, യേശു അങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. അത് നിന്റെ പറഞ്ഞു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. വാവ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ ഉള്ള വ്യക്തികളാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗ്സിനെ നിങ്ങൾക്ക് ജീസസ് വരും ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകളെ, പൊതുയോഗങ്ങളെ, മീൻസ് ഈ സ്പെഷ്യൽ മീറ്റിങ്ങുകളെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന, അതായത് അനൗൺസ് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള മീറ്റിംഗ്സിനെ, ഞങ്ങളുടെ ഓൺലൈൻ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടുകയും ഗൂഗിൾ പേ, ഫോൺ പേ മുതലായതിൽ നിന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ മിനിസ്ട്രിക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിലും ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതിയാകും. അത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ കൂടുതൽ വിശാലതയിലേക്ക് നയിക്കാനും കൂടുതൽ നമുക്ക് അഭിഷിക്തന്മാരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന ശുശ്രൂഷകൾ അനുഭവിക്കാനും നമുക്കത് വലിയ സഹായകമാകും. നിങ്ങളുടെ വിലയേറിയ കൂട്ടായ്മയെ ഞാൻ ദൈവനാമത്തിൽ ചോദിച്ചു കൊള്ളുന്നു. ദൈവരാജ്യം വളരേണ്ടതിന് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്താലും അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരുമല്ലോ. ദൈവം അതിന് വിശ്വസ്തനാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റ് സമയത്തിന് മുന്നോട്ട് പോയിട്ട് വേറെ അധികം കാര്യങ്ങളൊന്നും തന്നെ ഇനി പറയുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവ്, ഇത്രയും സമയം ഞങ്ങളോടുകൂടെ തുടർന്ന എല്ലാ ദൈവമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഇവരെ ഇന്ന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ കൊണ്ടുവന്നതിനായി സ്തോത്രം. സ്വർഗാത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവൽ ഈ മീറ്റിംഗിൽ തുടർന്ന എല്ലാ ദൈവജനത്തോടും കേട്ട വചനത്തോടും സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി.